ഹായ് ഓൾ. അപ്പോൾ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് നമ്മുടെ മൊഡ്യൂൾ 2 ആണ്. മൊഡ്യൂൾ 1ൻ്റെ കുറച്ച് പോർഷൻസ് നമുക്ക് തീർക്കാനുണ്ട് ഇൻ്റർപ്രിട്ടേഷൻ്റെ. സോ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. പക്ഷെ അതിനു മുമ്പ് തന്നെ നമുക്ക് സെക്കൻഡ് മൊഡ്യൂൾ നമ്മൾ എടുത്ത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ എടുത്തു തുടങ്ങുന്നത്. എൻ്റെ വോയിസിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും, നിങ്ങളതൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക. കുറച്ച് ദിവസങ്ങളായിട്ട് പനിയായിരുന്നു, അപ്പോൾ അതൊന്ന് മാറി വരുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ഫസ്റ്റ് ടോപ്പിക്ക് തന്നിട്ടുള്ളത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്നുള്ളത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് എങ്ങനെയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നത്, ആൻഡ് ഓൾസോ കോൺസ്റ്റിറ്റ്യൂഷൻ വരാനുണ്ടായ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നൊക്കെ ഉള്ളതാണ് അതിൻ്റെ അകത്ത് പഠിക്കേണ്ടത്. അത് വലിയ കാര്യമായിട്ട് അങ്ങനെ ഇൻഡെപ്തിൽ ഇതെങ്ങനെ വന്നു, ബ്രിട്ടീഷുകാർ വന്നപ്പോൾ തൊട്ടുള്ള കഥ അങ്ങനെ പഠിച്ചു പോകണ്ട. ബട്ട് അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സുകളുണ്ട്. അത് വെച്ചിട്ട് ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഫോർമേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് ടോപ്പിക്സുകളുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡീൽ ചെയ്യുന്നത്. സോ ഇപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ മൊഡ്യൂളിൻ്റെ അകത്ത് എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് ആദ്യം നമുക്ക് സിലബസ് ഒന്ന് ജസ്റ്റ് നോക്കാം. ഇപ്പൊ തന്നിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, എല്ലാവരുടെ കയ്യിൽ സിലബസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഉണ്ട്, ദെൻ പ്രിയാമ്പിൾ ഉണ്ട്. പിന്നെ അപ്പൊ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ പിന്നെ നോക്കുന്നത് പ്രിയാമ്പിളിന് മുമ്പ് നമ്മൾ സാലിയൻ ഫീച്ചേഴ്സ്, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെ പ്രത്യേകതകളുണ്ട്, ഫീച്ചേഴ്സ് ഉണ്ടെന്നുള്ളത് നമ്മൾ നോക്കുന്നതായിരിക്കും. അതായത് മൊത്തത്തിൽ ഓവറോൾ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് അതിൽ ഞാൻ പോയിന്റ്സ് ആയിട്ടായിരിക്കും എഴുതിയിരിക്കുന്നത്. സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഞാൻ ഇപ്പൊ നിങ്ങളെ കാണിക്കാൻ വെറുതെ അതിങ്ങനെ ഇതെവിടെയാണ് ഫീച്ചേഴ്സ് കൊടുത്തേക്കല, സാലിയൻ ഫീച്ചേഴ്സ്. പക്ഷേ ഈ ഓരോ പോയിന്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അത് എക്സ്പ്ലെയിൻ ചെയ്തേക്കല നോട്ട് ഇവിടെ ഇല്ലെന്നോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട, കാരണം അത് നമ്മൾ ഓരോ ടോപ്പിക്സുകളായിട്ട് ഇൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തു പോകുന്നതാണ്. സോ അപ്പോൾ അതുകൊണ്ടാണ് അവിടെ എക്സ്പ്ലനേഷൻസ് നമ്മൾ എഴുതാതെ പോയിന്റ് വൈസ് ആയിട്ട് കൊടുക്കുന്നത്. ഇത് മൊത്തം പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തീരും. പിന്നെ ഇത് മൊത്തം ഉള്ളൂ എന്നല്ല, ഇതാണ് മെയിൻ സാലിയൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള സവിശേഷതകൾ. അപ്പോൾ ഇതെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫീച്ചേഴ്സിൽ വരുന്ന മറ്റൊരു പ്രത്യേകതയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പല രാജ്യത്ത് നിന്നാണ് ബോറോ ചെയ്തെടുത്തക്കളെ. സോ അപ്പോൾ ആ പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷന്റെ 12 ഷെഡ്യൂൾസും ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കേണ്ടതാണ് സാലിയൻ ഫീച്ചേഴ്സിൻ്റെ അകത്ത്. സോ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ ആദ്യം തന്നിരിക്കുന്നവർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, പിന്നെ പ്രിയാമ്പിൾ. പിന്നെ പ്രിയാമ്പിൾ നമ്മൾ നോക്കണം. ആൻഡ് ഓൾസോ സിറ്റിസൺഷിപ്പ് നോക്കുമ്പോൾ സിറ്റിസൺഷിപ്പ് ആക്ടിൻ്റെ അണ്ടറിലുള്ള സിറ്റിസൺഷിപ്പ് നോക്കണം. ആൻഡ് ഓൾസോ സിറ്റിസൺഷിപ്പ് ആക്ട് 1955 ഉണ്ടല്ലോ, അതിൻ്റെ അണ്ടറിലുള്ളതും നോക്കണം. അത് നോക്കണം എന്ന് അവർ പറഞ്ഞിട്ടില്ല, ബട്ട് എന്നാൽ പോലും സിറ്റിസൺഷിപ്പ് ആക്ട് 1955 കൂടെ നമുക്ക് നോക്കാം. കാരണം സിറ്റിസൺഷിപ്പ് ആർട്ടിക്കിൾ 5 തൊട്ട് 11 വരെ സിറ്റിസൺഷിപ്പിന്റെ പ്രൊവിഷൻസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് ഡ്യൂറിങ് ദ കമൻസ്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ കമൻസ് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നത് അവിടെ പറയുന്നത്. ആഫ്റ്റർ ദി കമൻസ്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ കമൻസ് ചെയ്തതിന് ശേഷം പിന്നീട് സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് ആർട്ടിക്കിൾ 11 പ്രകാരം ആ പവർ പാർലമെന്റിന് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ലോ മേക്ക് ചെയ്യാനായിട്ട്, എൻഡർ ലോ ഉണ്ടാക്കാനായിട്ട്. അപ്പൊ അങ്ങനെ കൊടുത്ത പവർ പ്രകാരം ആർട്ടിക്കിൾ 11 കിട്ടിയ പവർ പ്രകാരം പാർലമെന്റ് ഒരു ലോ ഉണ്ടാക്കി. ആ ലോയാണ് സിറ്റിസൺഷിപ്പ് ആക്ട് 1955. ഇത് പല വട്ടങ്ങളിലായിട്ട് പിന്നെ അമെൻഡ് ചെയ്തിട്ടുണ്ട്. 2019 വരെ ഇങ്ങനെ പല വട്ടങ്ങളിലായിട്ട് ഇത് അമെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. 2003 അതുപോലെ തന്നെ 1986 ഒക്കെ അമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അമെൻഡ് ചെയ്ത് അവർ ഈ കൊണ്ടുവന്നിട്ടുള്ള ഈ ആക്ട് 1955 അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിൽ ഏതൊക്കെ രീതികളിലാണ് സിറ്റിസൺഷിപ്പ് അക്വിസിഷൻ ചെയ്യാൻ പറ്റുന്നത്, ഏതൊക്കെ രീതിയിലാണ് സിറ്റിസൺഷിപ്പ് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഈ പ്രൊവിഷൻസ് ഒക്കെ നമ്മൾ പറയുന്നത് ഈ സിറ്റിസൺഷിപ്പ് ആക്ട് 1955 സോ അപ്പോൾ അത് നോക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് എന്തായാലും അത് നോക്കണം. ആൻഡ് ഓൾസോ പ്രിയാമ്പിൾ മാത്രം പോരാ, പ്രിയാമ്പിൾ കഴിഞ്ഞിട്ട് അവരൊരു പോർഷൻ അവിടെ പറഞ്ഞിട്ടില്ല, നമുക്കത് നോക്കണം. ആർട്ടിക്കിൾ 1 to 4 വരെയുള്ളത്, അതായത് യൂണിയൻ ആൻഡ് ടെറിട്ടറിനെ പറ്റി പറയുന്നത്, എങ്ങനെയാണ് ഒരു പുതിയ ഏരിയ ആഡ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഫോം ചെയ്യാൻ പറ്റുന്നത് പുതിയ സ്റ്റേറ്റിനെ എന്നൊക്കെ ഉള്ളത്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഏതൊരു ലീഗൽ എക്സാമിനും മെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഡെപ്ത് ആയിട്ടുള്ള രീതിയിൽ തന്നെ നോക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഓരോന്നും അത്രയും സ്ട്രെസ് ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. കാരണം 20 മാർക്കുള്ള ഒരു മൊഡ്യൂളാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ലോ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ. ഇതിൽ അഡ്മിനിസ്ട്രേറ്റീവ് ലോയിൽ എത്രമാത്രം ചോദിക്കുമെന്ന് അറിയില്ല, പക്ഷെ എന്നാലും കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, പിന്നെ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് നോക്കുക. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. അതിന്റെ കേസ് ലോസ് നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. കേസ് ലോസ് ഇപ്പൊ നിങ്ങൾ ഫാക്ട് എന്താണ് അത്രയും ഇൻഡെപ്ത് ആയിട്ട് പഠിച്ചില്ലെങ്കിൽ പോലും ഓരോന്നിന്റെയും എന്താ വന്നതെന്ന് പഠിച്ചിരിക്കും. ഇപ്പൊ ആർട്ടിക്കിൾ 21 ആണെങ്കിൽ ഒത്തിരി കേസസ് ഉണ്ട്. അപ്പൊ ആ കേസസ് മൊത്തം ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് എല്ലാത്തിന്റെയും ഫാക്ട് പഠിക്കുക. പലതും നിങ്ങൾ കേട്ടുപോയിട്ടുള്ള തന്നെ ആയിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ, അല്ലെങ്കിൽ ഇപ്പൊ PUDR വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, ഇതൊക്കെ പറയുമ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള കേസസ് ആയിരിക്കാം. പലതും പില്ല് ഫയൽ ചെയ്തിട്ടുള്ള കേസസ് ആണ്. MC മെത്തേഡ് കേസസ് എല്ലാം ഫെമിലിയാരിറ്റി ഉള്ള കേസ് ആയിരിക്കും. എൻവോൺമെന്റൽ ലോയിലും ഒക്കെ കേട്ടുപോയിട്ടുള്ള കേസസ് ആയിരിക്കാം. അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്നത്.
പിന്നെ അതുപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് കഴിഞ്ഞിട്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. സോ DPSPനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് ഇങ്ങനെ ജസ്റ്റ് ആർട്ടിക്കിൾസ് ആയിട്ട് പാർട്ട് എഴുതി വെച്ചിരിക്കുകയാണ് പാർട്ട് 4ന്റെ അകത്ത്. പക്ഷെ നമ്മൾ ആ പാർട്ട് 4ന്റെ അകത്തുള്ള ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നിങ്ങൾ LLBക്ക് പഠിച്ചപ്പോഴും ഒക്കെ ഇങ്ങനെ തന്നെയായിരിക്കും പഠിച്ചേക്കളെ. 3 പ്രിൻസിപ്പിൾസ് ആയിട്ട്, അതായത് സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾ, അതുപോലെ തന്നെ ഗാന്ധിയൻ പ്രിൻസിപ്പിൾ, ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾസ് എന്നും പറഞ്ഞ് ഈ ആർട്ടിക്കിൾസിനെയൊക്കെ നമ്മളൊക്കെ തരം തിരിക്കുകയാണ്. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുകയും ചെയ്യുന്നത്. സോ അപ്പോൾ അതൊക്കെ ഞാൻ ഓൾറെഡി നോട്ട്സ് ഇട്ടോളാം. നമ്മൾ വേറെ ആക്റ്റുള്ള സാധനങ്ങൾ വേറെ ആക്ട് വെച്ച് പഠിക്കും. നിങ്ങൾ വേറെ ആക്റ്റും കൂടി എടുത്ത് കയ്യിൽ വെക്കുകയാണെങ്കിൽ കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്ന ടോപ്പിക്കിൽ അതിൽ വേറെ ആക്ടിൽ അങ്ങനെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിനെ കുറിച്ചൊന്നും എഴുതി വെച്ചിട്ടില്ല. സോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ പേഴ്സണലി നോട്ട് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് അത് നോക്കാം. കുറച്ച് ഷോർട്ട് ആയിട്ടുള്ള രീതിയിൽ നോട്ട് ഇട്ടേക്കുന്നതാണ് പോയിന്റ് ആയിട്ട്. പിന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. ആൻഡ് ഓൾസോ സ്ട്രക്ചർ ഓഫ് ഗവൺമെന്റ്. സ്ട്രക്ചർ ഓഫ് ഗവൺമെന്റിലേക്ക് വരുമ്പോൾ ദെൻ കമ്മിങ് യൂണിയൻ എക്സിക്യൂട്ടീവ്. എക്സിക്യൂട്ടീവിൻ്റെ അകത്ത് വരുമ്പോഴേക്കും ഈ പറയുന്ന പ്രസിഡന്റും അതുപോലെ തന്നെ മറ്റ് പാർലമെന്റും കാര്യങ്ങളും ഒക്കെ വരും, യൂണിയന്റെ എല്ലാ കാര്യങ്ങളും. പിന്നെ അതുപോലെ തന്നെ ജുഡീഷ്യറി, യൂണിയൻ ജുഡീഷ്യറി, അതായത് സുപ്രീം കോർട്ട് കാര്യങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. പിന്നെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്, അതായത് ഗവർണർ, പിന്നെ ലെജിസ്ലേച്ചർ, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, മറ്റിടത്താണ് ഈ പാർലമെന്റ് ആണ്, ഇവിടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, അതുപോലെ തന്നെ ജുഡീഷ്യറി, സ്റ്റേറ്റ് ജുഡീഷ്യറി, ഹൈക്കോർട്ടുകൾ, മറ്റ് ജില്ലാ കോടതികളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്, സബോർഡിനേറ്റ് കോർട്സ് ഒക്കെ. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ് ആൻഡ് ദ ഫംഗ്ഷൻസ്, അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ CAG, അറ്റോർണി ജനറൽ, അഡ്വക്കേറ്റ് ജനറൽ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് കമ്മീഷൻ, ഇതൊക്കെ എളുപ്പം നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ്. UPSC ഇവരുടെയൊക്കെ ആർട്ടിക്കിൾസ് പഠിക്കുക, അവരുടെ ഫംഗ്ഷൻസ് എന്താണെന്നുള്ളതും പഠിക്കുക. നമ്മൾ ഈ ഡിസ്ക്രിപ്റ്റീവ് ഫോമിൽ ഭയങ്കര കാര്യമായിട്ട് എഴുതാനായിട്ട് അവരുടെ ഫംഗ്ഷൻസ് പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്താണ് അവരുടെ ഫംഗ്ഷൻസ് എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ആർട്ടിക്കിൾസും പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻ, ദെൻ GST കൗൺസിൽ. GST കൗൺസിലൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ GST വന്ന അമെൻമെന്റും ഒക്കെ നോക്കണം. പിന്നെ ലെജിസ്ലേറ്റീവ് പവേഴ്സ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തൊക്കെ, ദാറ്റ് മീൻസ് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ 3 ലിസ്റ്റുകളായിട്ട് ലോ മേക്കിംഗ് പവേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരിത് എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്, അതിൽ സെൻട്രൽ സ്റ്റേറ്റ് ലെജിസ്ലേഷൻസ് വരുമ്പോൾ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് പവേഴ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോൾ നമുക്ക് കുറച്ച് ഡോക്ട്രിൻസ് നോക്കണം. പിത്ത് ആൻഡ് സബ്സ്റ്റൻസ്, കളറബിൾ ലെജിസ്ലേഷൻ, ഓക്യുപ്പൈഡ് ഫീൽഡ്, സെവറബിലിറ്റി, ഇത്തരത്തിലുള്ള ഡോക്ട്രിൻസ് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഏതാ വരുന്നത്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഓക്കെ, ആ ലിസ്റ്റുകളിൽ ഏതൊക്കെ സബ്ജക്ട് മാറ്റർ വരുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വേഗമായിട്ട് നോക്കി പോവുക കേട്ടോ. ഇപ്പോൾ 100ഓളം അല്ലെങ്കിൽ 90ഓളം സബ്ജക്റ്റുകൾ എല്ലാം വരുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ യൂണിയൻ ലിസ്റ്റിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ട്, യൂണിയൻ നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് പഠിക്കാൻ പറ്റില്ലായിരിക്കും. പക്ഷെ എന്നാൽ പോലും ഇപ്പോൾ ആർമി, നേവി, ഡിഫൻസ് ഒക്കെ തന്നിട്ട് ഇത് യൂണിയൻ ലിസ്റ്റിലാണോ സ്റ്റേറ്റ് ലിസ്റ്റിലാണോ എന്ന് വെച്ചാൽ ഒബ്വിയസ്ലി നമുക്ക് മനസ്സിലാവും ഇത് യൂണിയൻ ലിസ്റ്റിലുള്ള സബ്ജക്ട് മാറ്റർ ആണ്, യൂണിയന്റെ സെൻട്രൽ ഗവൺമെന്റിലെ പവറിൽ വരുന്നതാണെന്ന്. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ പോലീസ്, പ്രസനൊക്കെ ആണെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ്. ഇപ്പോൾ എഡ്യൂക്കേഷൻ ഒക്കെ ആണെങ്കിൽ കൺകറന്റ് ലിസ്റ്റ്, 2 പേർക്കും ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ പഠിച്ചു വെക്കാം. പിന്നെ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ്, പിന്നെ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്, യെസ് അതൊക്കെ നോക്കണം. പിന്നെ ഒഫീഷ്യൽ ലാംഗ്വേജുകളെ പറ്റി, യെസ് ലാംഗ്വേജുകളും റീജിയണൽ ലാംഗ്വേജുകൾ കാര്യങ്ങളൊക്കെ 22 ലാംഗ്വേജസ് ഉണ്ട് അത് പറയുന്നത്. പിന്നെ സുപ്രീം കോടതിയുടെ ലാംഗ്വേജസിനെ പറ്റി ഒരെണ്ണമുണ്ട് നമുക്ക് പഠിക്കാൻ. പിന്നെ ഹൈക്കോടതികൾ, യെസ് ഹൈക്കോർട്ട് നമ്മൾ ഓൾറെഡി അവിടെ പറഞ്ഞു, ഹൈക്കോർട്ട്. പിന്നെ സ്പെഷ്യൽ ഡയറക്റ്റീവ്സ് റിലേറ്റിംഗ് ടു ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ്, LSGAയുടെ പറ്റി, അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി കാര്യങ്ങളൊക്കെ, അത് വന്ന അമെൻമെന്റ് 73rd 74th. ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്, യെസ് ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന് പറഞ്ഞിട്ട് അവർ തന്നിട്ടുള്ളത് 42, 44th, 52nd, 73, 74, 86, 91, 97, 109, 102, 103, 106 ആണ്. പക്ഷെ നിലവിലിപ്പോൾ 106 അമെൻമെന്റുകൾ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ മെയിൻ ആയിട്ടുള്ള അമെൻമെന്റുകളെല്ലാം തന്നെ നോക്കുന്നതായിരിക്കും. ഇവിടെ പറഞ്ഞിട്ടുള്ളത് നോക്കും, അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും കൂടി നോക്കും. എന്ന് പറഞ്ഞാൽ 1 തൊട്ട് 106 വരെയുള്ളത് പഠിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. അതിലിപ്പോൾ ഈ തന്നിരിക്കുന്നതും പിന്നെ ഇത് കൂടാതെ തന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെന്റ്സും ഉണ്ട്, അത് നമ്മൾ നോക്കി വെക്കുക. പിന്നെ റെഡ് ജൂറിസ്ഡിക്ഷൻ, യെസ് ആർട്ടിക്കൽ 32 to 26 അണ്ടറിലുള്ളത് പഠിക്കുക. പില്ലുകൾ പഠിക്കുക. ഈ പില്ല് എന്നുള്ള പോർഷൻ നമ്മൾ ഓൾറെഡി അവിടെയും കവർ ആവും. ആർട്ടിക്കൽ 21 അണ്ടറിലും പില്ല് കൊടുത്തിട്ടുള്ള കേസുകൾ തന്നെയാണ് ഈ 21 അണ്ടറിലും പഠിച്ചു പോകുന്നത്. അപ്പോൾ ആ പില്ലിലെ കേസസ് നിങ്ങൾക്ക് അവിടെയും കവറായി കിട്ടും. പിന്നെ ജുഡീഷ്യൽ റിവ്യൂ ആർട്ടിക്കൽ 13 പഠിക്കുമ്പോൾ ജുഡീഷ്യൽ റിവ്യൂ പഠിക്കും. സോ അതിലെ പ്രൊവിഷൻസും അവിടെ കവർ ആവും. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്, ബേസിക് സ്ട്രക്ചർ തിയറി, യെസ് അതായത് ആർട്ടിക്കൽ 368 അതുമായി ബന്ധപ്പെട്ട ബേസിക് സ്ട്രക്ചർ തിയറി. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റും ബേസിക് സ്ട്രക്ചർ തിയറിയും പറയുമ്പോൾ ആർട്ടിക്കൽ 13 കുറച്ച് കേസ് ലോസ് ഉണ്ട്. നമ്മുടെ ശങ്കരി പ്രസാദ്, സജ്ജൻ സിംഗ്, പിന്നെ അതുപോലെ തന്നെ ഗോലക്നാഥ്, കേശവാനന്ദ ഭാരതി. അതിനുശേഷം ആർട്ടിക്കൽ
13 clause 4 കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്തത് 24th അമെൻമെന്റ് വഴി. അപ്പോൾ അതൊക്കെ അവിടെ പഠിക്കേണ്ടതാണ് ആ പോർഷൻസ് ഒക്കെ. പിന്നെ സ്കോപ്പ് ആൻഡ് എവല്യൂഷൻ ഓഫ് ഓക്കെ അത്രയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അത് പഠിക്കാൻ തന്നിട്ടുള്ളത്. പിന്നെ അവർ അഡ്മിനിസ്ട്രേറ്റീവ് ലോയിലെ ഏരിയാസ് ഒക്കെയാണ് തന്നിട്ടുള്ളത് പഠിക്കാനായിട്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ലോ, ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് ലോ കഴിഞ്ഞതിന് ശേഷം അഡ്മിനിസ്ട്രേറ്റീവ് ലോയിൽ ഈ ലോക്പാലും ലോകായുക്തയും അതൊക്കെ വരുന്നുണ്ട്, സെൻട്രൽ വിജിലൻസ് കമ്മീഷനും കാര്യങ്ങളൊക്കെ. പിന്നെ RT ആക്ട് ഉണ്ട്, റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ലോയിൽ പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് സിവിൽ സൊസൈറ്റി അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് എന്നൊക്കെ പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ അതിലും മേ ബി ഇതൊക്കെ കവർ ആയതായിരിക്കും. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ട് ഉണ്ട് പഠിക്കാനായിട്ട്. കേരള സ്റ്റേറ്റ് റൈറ്റ് ടു സർവീസ് ആക്ട്, അങ്ങനെ കുറച്ച് ഇത് കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത്. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇത്ര മാത്രം ഉള്ളൂ, സിലബസിൻ്റെ അകത്ത് ഇത്രയേ ഉള്ളൂ. അതായത് ഏതുവരെയും നമ്മുടെ ഈ ഒരു അമെൻമെന്റ്സ് കഴിഞ്ഞിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വരെയുള്ളതാണ് പഠിക്കാൻ തന്നിട്ടുള്ളത്. പിന്നെ എമർജൻസി പ്രൊവിഷൻസ് ഒന്നും അവർ എടുത്ത് തന്നിട്ടില്ല. പക്ഷെ സ്റ്റിൽ നൗ നമുക്ക് എമർജൻസി പ്രൊവിഷൻസ് പഠിക്കണം. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്, സ്കിപ്പ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതെല്ലാം അതിൻ്റെ അകത്ത് കവറാവും. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, താഴെ ഒരു നോട്ട് തന്നിട്ടുണ്ട്. അതായത് സിലബസിന്റെ ലാസ്റ്റ് ഒരു നോട്ട് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. എന്താ തന്നിരിക്കുന്നത്? ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് അപ്പാർട്ട് ഫ്രം ദ ടോപ്പിക്സ് ഡീറ്റെയിൽഡ് അബോ, അതായത് പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽ ടോപ്പിക്സ് അല്ലാതെ ദ ക്വസ്റ്റ്യൻസ് ഫ്രം അതർ ടോപ്പിക്സ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ദ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അതായത് LLB ക്വാളിഫിക്കേഷൻ ഉള്ള അല്ലെങ്കിൽ ഈ സബ്ജക്ട്സിൽ കവറായി വരുന്ന മറ്റു ടോപ്പിക്സുകളിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. ദാറ്റ് മീൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ആ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട മറ്റു ക്വസ്റ്റ്യൻസും ചോദിക്കാം. അതാണ് നമ്മൾ ആ ഒരു രീതിയിലേക്ക് നോക്കുന്നത്. ഇപ്പോൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ടതൊന്നും അവർ പഠിക്കാൻ തന്നിട്ടില്ല, അല്ലെങ്കിൽ കറൻസിയുമായി ബന്ധപ്പെട്ട കോയിനുമായി ബന്ധപ്പെട്ട പഠിക്കാൻ തന്നിട്ടില്ല, അല്ലെങ്കിൽ ലോ മേക്കിംഗ് മണി ബില്ലുകൾ എങ്ങനെയാണ് വേണ്ടത് ഇതൊന്നും പഠിക്കാൻ തന്നിട്ടില്ല. അപ്പോൾ ലോ മേക്കിംഗ് പ്രൊസീജിയർ, മണി ബില്ല്, അങ്ങനെ കുറേ പ്രൊസീജിയേഴ്സ് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് ഉണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, അത്യാവശ്യം കുറച്ച് ഇൻഡെപ്ത് ആയിട്ടുള്ള രീതിയിലാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് പഠിക്കാനുള്ളത്. പക്ഷെ അവർ മെയിനായിട്ട് തന്നിട്ടുള്ളത് പാർട്ട് 1 അവർ സ്കിപ്പ് ചെയ്തിരിക്കുകയാണ്. പാർട്ട് 1 ഒന്നും പറഞ്ഞിട്ടില്ല. പാർട്ട് 2 സിറ്റിസൺഷിപ്പ് വേണമെന്ന് പറഞ്ഞു, ഫണ്ടമെന്റൽ റൈറ്റ്സ് വേണമെന്ന് പറഞ്ഞു, ഓൾസോ DPSP പറഞ്ഞു, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പറഞ്ഞു, പിന്നെ യൂണിയൻ എക്സിക്യൂട്ടീവ് വേണം, അതായത് പാർട്ട് 5 അത് മൊത്തം വേണം, പാർലമെന്റ് വേണം, കാര്യങ്ങളൊക്കെ വേണം. പക്ഷെ അതിൽ ലെജിസ്ലേറ്റീവ് പ്രൊസീഡിങ്സ് അവർ പറയുന്നില്ല, ബില്ല് എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് അതിന്റെ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ അത് നമുക്ക് പഠിക്കണം. പ്രസിഡന്റിന്റെ പവേഴ്സും ഒക്കെ നമുക്ക് ഇൻഡെപ്ത് പഠിക്കേണ്ട, അങ്ങനെ ഓരോന്നായിട്ട് എഴുതി തന്നിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ അതെല്ലാം കവർ ചെയ്ത് പോവേണ്ടതാണ്. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആൻഡ് ഓൾസോ അപ്പോൾ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എങ്ങനെയാണ് നിയമം കൊണ്ടുവരുന്നത് അതൊക്കെ പഠിക്കണം. ഹൈക്കോർട്ട്സ്, യൂണിയൻ ടെറിട്ടറി, പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റി അത് അവർ ഓൾറെഡി തന്നിട്ടുണ്ട്. LSGനെ പറ്റി പഠിക്കണം എന്ന് പറയുമ്പോൾ പാർട്ട് 9ഉം 9Aയും നമ്മൾ പഠിക്കണം. കോപ്പറേറ്റീവ് സൊസൈറ്റി പഠിക്കാൻ തന്നിട്ടില്ല, ബട്ട് സ്റ്റിൽ നൗ നമുക്ക് പഠിക്കണം. ഷെഡ്യൂൾഡ് ട്രൈബൽ ഏരിയാസ് തന്നിട്ടില്ല. പിന്നെ ലെജിസ്ലേറ്റീവ് റിലേഷൻസ് തന്നിട്ടുണ്ട്. പക്ഷെ അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസും ഫൈനാൻഷ്യൽ റിലേഷൻസും പഠിക്കാൻ തന്നിട്ടില്ല. പക്ഷെ എന്നാലും അത് നോക്കണം. GST തന്നിട്ടുണ്ട്. GST ഒരു പുതിയ പ്രൊവിഷൻ ആയതുകൊണ്ട് തന്നെ അത് പഠിക്കണം. അതിൻ്റെ കൗൺസിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. പിന്നെയുണ്ട് നമുക്ക് റൈറ്റ് ടു പ്രോപ്പർട്ടി 300A അണ്ടറിൽ കൊണ്ടുവന്നത്, അതായത് നേരത്തെ ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ടുള്ള ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ലീഗൽ റൈറ്റ് ആക്കിയത്. പിന്നെ ട്രേഡ് കൊമേഴ്സുമായി ബന്ധപ്പെട്ട ഒരു പാർട്ട് ഉണ്ട്. സർവീസുകളുമായി ബന്ധപ്പെട്ട യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സിന്റെ ഒക്കെ നോക്കിപ്പോയാൽ മതി. PSC നമുക്ക് ഓൾറെഡി പഠിക്കാനുണ്ട് കേട്ടോ. ട്രൈബ്യൂണലുകൾ പഠിക്കാനുണ്ട്. എലക്ഷൻ പഠിക്കാൻ തന്നിട്ടില്ല, പക്ഷെ സ്റ്റിൽ നോക്കണം. പിന്നെ സർട്ടൻ പ്രൊവിഷൻസ് റിലേറ്റഡ് ടു അത് വിട്ടാലും കുഴപ്പമില്ല. പാർട്ട് 16 വരുന്നത് ഒഫീഷ്യൽ ലാംഗ്വേജസ് പഠിക്കാനുള്ളതാണ്. റീജിയണൽ ലാംഗ്വേജ്, അതായത് പാർട്ട് 17 പഠിക്കേണ്ടതാണ് കേട്ടോ. 17 നമുക്ക് നോക്കാം. പിന്നെ എമർജൻസി പ്രൊവിഷൻസ് അവർ പഠിക്കാൻ തന്നിട്ടില്ല, ബട്ട് നമുക്കത് നോക്കാം. അമെൻമെന്റ് ഓക്കെ നമുക്ക് പഠിക്കണം. ഷെഡ്യൂൾസും അവർ എഴുതി തന്നിട്ടില്ല, പക്ഷേ ഷെഡ്യൂൾസ് നമുക്ക് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി പറയുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ തീർത്തിട്ട് നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ലോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഇന്റർപ്രിട്ടേഷന്റെ ക്ലാസ്സസ് വന്നുകൊണ്ടിരുന്നോളും. ഞാനപ്പോൾ അതും റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം, സെൻഡ് ചെയ്ത് കൊടുക്കാം ക്ലാസ്സസും കൂടെ. അപ്പോൾ ഇപ്പോൾ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇപ്പം ഓവറോൾ ഒരു പിക്ചർ തന്നെയാണ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് മൊഡ്യൂൾ 2 പഠിക്കാനുള്ളത് എന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്ക് മാക്സിമം നമുക്ക് ഈ മാസം തന്നെ സെക്കൻഡ് മൊഡ്യൂളും കവറപ്പ് ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കാം. സെക്കൻഡ് മൊഡ്യൂളും തീർക്കാം. പിന്നെ ഇന്റർപ്രിട്ടേഷൻ ഇനി എനിക്ക് തോന്നുന്നൊരു 8 ക്ലാസ്സും കൂടി വേണം. കാരണം കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് എടുക്കാനുണ്ട്. ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ, പിന്നെ അതുപോലെ തന്നെ ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ നമ്മൾ പറഞ്ഞു. വേറെ കുറച്ച് കൈൻസ്, റെഡൻഡോ, സിംഗിളസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ബോണം പാട്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിൽ പറയാനുണ്ട്. എയ്ഡ്സ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് ഇന്റർപ്രിറ്റ് ചെയ്യേണ്ടത്, പീനൽ സ്റ്റാറ്റ്യൂട്ട് എങ്ങനെ ഇന്റർപ്രിറ്റ് ചെയ്യും, ആൻഡ് ഓൾസോ നമ്മുടെ ടാക്സിങ് സ്റ്റാറ്റ്യൂട്ട് എങ്ങനെ ഇന്റർപ്രിറ്റ് ചെയ്യും, കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറയാനുണ്ട്. എക്സ്റ്റേണൽ എയ്ഡ്സ്, ഇന്റേണൽ എയ്ഡ്സ്, ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഇത് എങ്ങനെ വന്നാലും ഒരു 6 അല്ലെങ്കിൽ ഒരു 8 ക്ലാസ്സോളം, മാക്സിമം 8 ക്ലാസ്സോളം കൂടി മതിയാവുമായിരിക്കും. അതുകൊണ്ട് തീരുന്നതാണ്.
അപ്പൊ അത് അതിന്റെ കൂട്ടത്തിൽ തന്നെ വന്നോളും, നിങ്ങൾ അതും കൂടി നോക്കി പോയാൽ മതി. കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താ, കോൺസ്റ്റിറ്റ്യൂഷനെ പ്രത്യേകത, ഒരു സുപ്രീം ലോ ഓഫ് ദ ലാൻഡ് ആണ്. യെസ്, സുപ്രീം ലോ ഓഫ് ദ ലാൻഡ് എന്നാണ് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ അറിയപ്പെടുന്നത്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡോക്യുമെന്റ്. അതെങ്ങനെയാണ്, ഒരു സ്പെഷ്യൽ ലീഗൽ സാൻറ്റിറ്റി ഉള്ള ഒരു ഡോക്യുമെന്റ് ആണ്, ഒരു സ്പെഷ്യൽ ലീഗൽ സാൻറ്റിറ്റി ഉള്ള ഒരു ഡോക്യുമെന്റ്. ദാറ്റ് മീൻസ് നമ്മുടെ സുപ്രീം ലോ, ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള നിയമമാണ് ഇന്ത്യയിലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അത്രയും സുപ്രീം സ്പെഷ്യൽ ലീഗൽ സാൻറ്റിറ്റി ഉള്ള ഒരു ഡോക്യുമെന്റ് ആണ്. അപ്പൊ അതിൻ്റെ അകത്ത് എന്താ പറയുന്നത്, എന്താ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് പറയുന്നത്, നമ്മുടെ ഗവൺമെന്റിന്റെ പ്രിൻസിപ്പൽ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് ആ ഒരു ഫ്രെയിം വർക്ക് സെറ്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത്. അപ്പൊ എന്തൊക്കെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിനകത്ത് പറയുന്ന ആ ഒരു പ്രിൻസിപ്പൽ ഫംഗ്ഷൻസ് ഓഫ് ഗവൺമെന്റിന്റെ പ്രിൻസിപ്പൽ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെ ഫംഗ്ഷൻസ് ഉണ്ടാവും? 3 ഓർഗൻസ് ഉണ്ട് ഗവൺമെന്റിന്. ഏതൊക്കെയാണ്? ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ഇപ്പൊ ലെജിസ്ലേച്ചറിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാ പറയുന്നില്ലേ? യൂണിയൻ ലെജിസ്ലേച്ചറും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ ഫംഗ്ഷൻസ് ഉണ്ട്. എക്സിക്യൂട്ടീവിന്റെ പറയുന്നില്ലേ? സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്, യൂണിയൻ എക്സിക്യൂട്ടീവിനെ പറയുന്നുണ്ട്. ജുഡീഷ്യറി, യൂണിയൻ ജുഡീഷ്യറി, സ്റ്റേറ്റ് ജുഡീഷ്യറിയുടെ പറയുന്നില്ലേ? എല്ലാം പറയുന്നുണ്ട്. ഇനി ഇത് മാത്രമാണോ പറയുന്നുള്ളൂ? അല്ല, മറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള മറ്റ് അതോറിറ്റീസിന്റെയും പവേഴ്സും ഫംഗ്ഷൻസും ഒക്കെ പറയുന്നുണ്ട്. ഫൈനാൻസ് കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷൻ, മറ്റ് കമ്മീഷൻസിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് പറയുന്ന ആക്ച്വലി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ആണ്, ഹാവിംഗ് എ സ്പെഷ്യൽ ലീഗൽ സാൻറ്റിറ്റി, ഒരു സ്പെഷ്യൽ ലീഗൽ സാൻറ്റിറ്റി ഉള്ള ഒരു ഡോക്യുമെന്റ് ആണ്. അതിനെന്തുണ്ട്, അതിൻ്റെ അകത്ത് എന്താ നമ്മൾ എന്ത് ഫ്രെയിം വർക്ക് ആണ് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത്? അതിലിങ്ങനെ സെറ്റ് ഔട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു ഫ്രെയിം വർക്ക്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഗവൺമെന്റിന്റെ പ്രിൻസിപ്പൽ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, ഇന്ത്യൻ ഗവൺമെന്റിന്റെ പ്രിൻസിപ്പൽ ആയിട്ടുള്ള ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? അത് ലെജിസ്ലേറ്റീവ് ഉണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്, ജുഡീഷ്യറി ഉണ്ട്. അപ്പൊ ഈ ഫംഗ്ഷൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന് സെറ്റ് ഔട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഫ്രെയിം വർക്ക്, അതിന്റെ ഒരു ഫ്രെയിം വർക്ക് എങ്ങനെയാണ് രൂപഘടന എന്ന് സെറ്റ് ഔട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വളരെ സ്പെഷ്യൽ ലീഗൽ സാൻറ്റിറ്റി ഉള്ള ഒരു ഡോക്യുമെന്റ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ സുപ്രീം ലോ ഓഫ് ദി ലാൻഡ്, നമ്മുടെ ലാൻഡിലെ സുപ്രീം ലോ എന്നൊക്കെ പറയാം. നമ്മുടെ മാനിഫെസ്റ്റോ ആണ്, നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയിലെ മാനിഫെസ്റ്റോ ആണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാ അഡോപ്റ്റ് ചെയ്തത്? 26 നവംബർ 1949 അന്നാണ് നമ്മൾ നാഷണൽ ലോ ഡേ ആയിട്ട് ഒക്കെ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ ഒക്കെ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 26 നവംബർ 1949 ആ ദിവസത്തിന്റെ പ്രത്യേകത ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. നാഷണൽ ലോ ഡേ അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ ഒക്കെ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. 26 നവംബർ 1949 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയാണ്. ആരാണ് കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നത്? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ എനാക്ട് ചെയ്തതെന്ന് ചോദിച്ചാലും ഈ ഡേറ്റ് ആണ്, അഡോപ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചാലും ഈ ഡേറ്റ് ആണ്. പക്ഷെ കമ്മിങ് ഇൻ ടു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രാബല്യത്തിലായത് എന്ന് തൊട്ടാണ് പ്രാബല്യത്തിലായെന്ന് ചോദിച്ചാൽ 26 ജനുവരി 1950 തൊട്ടിട്ടാണ് പ്രാബല്യത്തിലായത്. അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അഡോപ്റ്റ് ചെയ്തത് 26 നവംബർ 1949 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയാണ് കൊണ്ടുവന്നത്. ഇത് അന്ന് തന്നെയാണ് എനാക്ട് ആയത്. എനാക്ട് എന്ന് പറഞ്ഞാലും സെയിം അർത്ഥം തന്നെയാണ്. കെയിം ഇൻ ടു ഫോഴ്സ് ആയത് ഒരു 2 മാസം കഴിഞ്ഞിട്ടാണ്. എന്നാ വന്നത്? 26 ജനുവരി 1950 വന്നത്. അപ്പൊ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതുപോലെ തന്നെ മറ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള രാജ്യങ്ങളാണ് ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനും അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ തന്നെ റിട്ടൺ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള മറ്റു രാജ്യങ്ങളുണ്ട്. ഏതൊക്കെയാ? ചൈനയുടെയും ബ്രിട്ടന്റെ ഒക്കെ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ദാറ്റ് മീൻസ് അവർക്കൊരു ഡോക്യുമെന്റ് ആയിട്ട് ഇങ്ങനെ എഴുതപ്പെട്ട് വെച്ചിട്ടില്ല, അവരുടെ ഫംഗ്ഷൻസ് കാര്യങ്ങളൊന്നും അങ്ങനെ എഴുതപ്പെട്ട് റിട്ടൺ ആയിട്ട് വെച്ചിട്ടില്ല. ഇനി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫാദർ എന്നറിയപ്പെടുന്ന ആരാ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കറിനെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫാദർ ഓഫ് അവർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കറിനെയാണ്. അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു സ്പെഷ്യൽ ലീഗൽ സാൻറ്റിറ്റി ഉള്ള ഡോക്യുമെന്റ് ആണ്. അതിൻ്റെ അകത്താണ് ഗവൺമെന്റിന്റെ പ്രിൻസിപ്പൽ ഫംഗ്ഷൻസ് എല്ലാം അതിന്റെ ആ ഒരു ഫ്രെയിം വർക്ക് സെറ്റ് ഔട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ ഒരു ബേസിക് ഐഡിയ അല്ലെങ്കിൽ ഒരു ബേസിക് സ്ട്രക്ചർ എന്താണ്? നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റം ഏതാ? ഡെമോക്രാറ്റിക് ആണ്. അപ്പൊ അങ്ങനെ നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ ആ ഒരു ബേസിക് സ്ട്രക്ചർ എന്താണ്? അതായത് ജനങ്ങളെ ഗവേൺ ചെയ്യുന്ന പൊളിറ്റിക്കൽ സിസ്റ്റം, ദ പൊളിറ്റിക്കൽ സിസ്റ്റം വിച്ച് ദ പീപ്പിൾ ആർ ടു ബി ഗവേൺഡ്, അങ്ങനെ നമുക്ക് പറയാം. അതായത് ജനങ്ങൾ ഗവേൺ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അവരെ ഗവേൺ ചെയ്യുന്ന പൊളിറ്റിക്കൽ സിസ്റ്റം ഏതാണോ ആ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ നൽകുന്നത് ഏതിലൂടെയാ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലൂടെയാണ്. നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റം ഏതാണ്? ഡെമോക്രാറ്റിക് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വായിക്കുമ്പോഴാണ്. അപ്പൊ ആ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ ബേസിക് സ്ട്രക്ചർ നൽകുന്നത്, അതിനെപ്പറ്റി ഒരു ഐഡിയ നൽകുന്നത് ഏതിലൂടെയാണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലൂടെയാണ്. അതോടൊപ്പം തന്നെ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ മെയിൻ ഓർഗൻസ് ആയിട്ടുള്ള ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറിയുടെ മെയിൻ ഓർഗൻസ് ആയിട്ടുള്ള ഇവരുടെ പവേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതും ഡിഫൈൻ ചെയ്യുന്നുണ്ട്. പവേഴ്സ് മാത്രമേ ഉള്ളൂ, ഇവർക്ക് ഫംഗ്ഷൻസും പവേഴ്സും മാത്രമല്ല, ആൻഡ് ഓൾസോ ദ റെസ്പോൺസിബിലിറ്റീസ്, അവർക്ക് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണുള്ളത്, അതോടൊപ്പം തന്നെ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്നും ഇവരും ജനങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്നും. അതായത് ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും തമ്മിൽ എങ്ങനെയാണ് കണക്ഷൻ? എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ?
അത് ലെജിസ്ലേച്ചറും ജുഡീഷ്യറിയും തമ്മിൽ കണക്ഷൻ ഉണ്ടോ? ഉണ്ട്. ലെജിസ്ലേച്ചർ എന്താ ചെയ്യുന്നത്? ലോ മേക്ക് ചെയ്യാണ് അല്ലെങ്കിൽ ലോ എനാക്ട് ചെയ്യാണ്. എക്സിക്യൂട്ടീവ് എന്ത് ചെയ്യും? ആ ലെജിസ്ലേച്ചർ കൊണ്ടുവന്ന ലോയിനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എൻഫോഴ്സ് ചെയ്യുന്നത്. ജുഡീഷ്യറി എന്ത് ചെയ്യും? ജുഡീഷ്യറി എന്താ ചെയ്യുന്നത്? ഇന്റർപ്രറ്റ് ചെയ്യും. ലെജിസ്ലേച്ചർ കൊണ്ടുവന്ന ലോയിനെ ഇന്റർപ്രറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ് ഇവരുടെ ഇന്റർ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് വിത്ത് ഈച്ച് അതർ എങ്ങനെയാണ്, ആൻഡ് ഓൾസോ ഈ പറയുന്ന ഗവൺമെന്റിന്റെ ഓർഗൻസും പീപ്പിളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ജനങ്ങളും തമ്മിലുള്ള ഇതാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ വി ക്യാൻ ടേംഡ് ആസ് എ ഫണ്ടമെന്റൽ ലോ അല്ലെങ്കിൽ സുപ്രീം ലോ ഓഫ് ദ ലാൻഡ് എന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. കാരണം ഇന്ത്യയിലെ ജനങ്ങളുടെ ഫെയ്ത്ത് അല്ലെങ്കിൽ അവരുടെ ആസ്പിറേഷൻസ് എന്തൊക്കെയാണെന്ന് റിഫ്ലക്ട് ചെയ്യുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലൂടെയാണ്. യെസ്, ഇനി നമുക്ക് നോക്കാം. ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നത് നമ്മൾ പറഞ്ഞു. അപ്പൊ ആ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വരുന്നതിന് മുമ്പ് നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കാം, എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതെന്നുള്ളത്. അപ്പൊ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ ബ്രിട്ടീഷുകാർ 1600 കാലഘട്ടങ്ങളിൽ ഇങ്ങോട്ടേക്ക് വന്ന ആ ഒരു കഥയാണ്. ജസ്റ്റ് പറയാം, നിങ്ങൾ കേട്ടിരുന്നാൽ മതി. അങ്ങനെയൊന്നും ചോദിക്കൊന്നുമില്ല ബ്രിട്ടീഷുകാർ എന്ന് വന്നു അല്ലെങ്കിൽ അവരിവിടെ വന്നിട്ട് കൊണ്ടുവന്ന ആക്ടുകളുടെ പേരൊന്നും ചോദിക്കില്ല. പക്ഷെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഫോർമേഷൻ പറയുമ്പോൾ നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഓർത്തിരിക്കണം, അതിനുവേണ്ടിയാണ്. അപ്പോ 1600 കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നത് എന്നാ? ബ്രിട്ടീഷ് കെയിം ടു ഇന്ത്യ ഇൻ 1600. ആ ഒരു കാലഘട്ടങ്ങളിലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നത്. അവർ എന്തിനു വേണ്ടി വരുന്നത്? കച്ചവടം ചെയ്യാനാണ്. ട്രേഡേഴ്സ് ആയിട്ടുള്ള രീതിയിലാണ് ഇങ്ങോട്ടേക്ക് വന്നത്. എന്നിട്ട് ഇവരെന്ത് ചെയ്തു? അവരുടെ ട്രേഡൊക്കെ ഇവിടെ ഫ്ലറിഷ് ചെയ്തിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരിവിടെ ഫോം ചെയ്തു. ഇത് സോഷ്യൽ സയൻസിലൊക്കെ കുഞ്ഞു ക്ലാസ്സുകളിൽ തൊട്ട് നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കാം. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവർ ഫോം ചെയ്തിട്ട് അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ഇന്ത്യയിൽ ഒരു ട്രേഡിംഗ് റൈറ്റ്, അതായത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് റൈറ്റ്സ് ഇവർക്ക് ഇവിടെ കിട്ടി. അപ്പോൾ അന്നത്തെ ആ ഒരു ക്യൂൻ എലിസബത്ത് I അവർ പാസാക്കിയ ചാർട്ടറിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഒരു 1765 ആയപ്പോൾ 1765 ഒക്കെ ആയപ്പോൾ 1765 ആയപ്പോഴേക്കും ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ഫംഗ്ഷൻസ് മൊത്തം കിട്ടി. അതായത് ഇവർക്ക് ട്രേഡിനുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള റൈറ്റ് ഇവിടെ ഇന്ത്യയിൽ മൊത്തത്തിൽ കിട്ടുകയും അതോടൊപ്പം തന്നെ ഇവർക്ക് ടാക്സ് കളക്ട് ചെയ്യാനുള്ള, അതായത് റവന്യൂ കളക്ട് ചെയ്യാനായിട്ടുള്ള മറ്റ് ദിവാനി റൈറ്റ്സും റവന്യൂ കളക്ഷൻ റൈറ്റ്സുകളും ഒക്കെ അവർക്ക് അവിടെ കിട്ടുകയും ചെയ്തു. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ശരിക്കും നമ്മുടെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നിട്ട് ആ ഒരു ടെറിട്ടോറിയൽ സൊവറിനിറ്റി ഇന്ത്യയിൽ കൊണ്ടുവന്ന ഒരു സമയമാണ്. സൊവറിനിറ്റി മീൻസ് പരമാധികാരം. ആ ഒരു ഏരിയ, ടെറിട്ടോറിയൽ മീൻസ് ഏരിയ അല്ലേ. അപ്പൊ ആ ഏരിയയിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു സൊവറിനിറ്റി, പരമാധികാരം കൊണ്ടുവന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ടെറിട്ടോറിയൽ സൊവറിനിറ്റി ഇന്ത്യയിൽ വന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ബ്രിട്ടീഷ് ക്രൗൺ എന്ന് പറയുന്നത് ഒരുപാട് ചാർട്ടറുകൾ പാസ്സാക്കി. ഈ ചാർട്ടർ എന്ന് പറഞ്ഞ ഒരു ലീഗൽ ഡോക്യുമെന്റ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ചാർട്ടറുകൾ പാസ്സാക്കി നമ്മൾ ഇന്ന് ആക്ട് പോലെ ഇപ്പൊ ഒരുപാട് ചാർട്ടറുകളും ആക്ടുകളും ഒക്കെ കമ്പനിയുടെ ആ ഒരു കോണ്ടക്ട് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഇവർ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സമയത്തൊക്കെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വേണം എന്നുള്ള ഒരു ആവശ്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെടുന്നുണ്ട്. ആ കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി കൊണ്ടുവരണം. അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നമുക്ക് വേണം എന്നുള്ള ഒരു കാര്യം നമ്മൾ ഇവരോട് അവതരിപ്പിക്കുന്നുണ്ട് ഈ ഒരു സമയത്തൊക്കെ തന്നെ. അപ്പോൾ അങ്ങനെ അവതരിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് കൊണ്ടുവരണം, ഇന്ത്യയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ആവശ്യമുണ്ട് എന്നുള്ള ഒരു കാര്യം നമ്മൾ, നമുക്ക് വിസിബിൾ ആണെന്ന് തോന്നുന്നു ഇപ്പോൾ. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം, അതിന് വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വേണം എന്നുള്ള ഒരു കാര്യം നമ്മൾ ബ്രിട്ടീഷുകാരോട് ഈ സമയത്തൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ പോലും ഒരുപാട് ആ ഒരു സമയത്ത് അതിന്റെ ഒരു ഭാഗമായിട്ട് ഒരുപാട് കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പെരിമെന്റുകളും ഒരുപാട് എഫേർട്സുകളും ഒക്കെ ആ സമയത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റും ഈ പറയുന്ന സമയത്ത് കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പെരിമെന്റുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അതായത് ഒരു ഇന്നത്തെ നമ്മൾ കാണുന്ന ഒരു പ്രസന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഭാഗത്തുനിന്നും കുറച്ച് എക്സ്പെരിമെന്റ്സുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു, പല ചാർട്ടറുകളൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെയാണ് പിന്നീട് കുറെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റുകൾ കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അതായത് കുറച്ച് എക്സ്പെരിമെന്റ്സുകളൊക്കെ, പേരുകളൊക്കെ ചുമ്മാ ജസ്റ്റ് പറയാം, നിങ്ങൾ കേട്ടിരുന്നാൽ മതി. അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പെരിമെന്റുകൾ എന്ന് പറയുന്ന 1858 മുമ്പ്, ആ കാലഘട്ടത്തിന് മുമ്പ് ബ്രിട്ടീഷ് ഗവൺമെന്റ് അവർ പാസ്സാക്കിയ കുറെ എന്താ പറയാ ആക്ടുകൾ, അല്ലെങ്കിൽ അവർ കൊണ്ടുവന്ന കുറെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി കൊണ്ടുവരാൻ അവർ നടത്തിയ കുറെ എക്സ്പെരിമെന്റ്സുകളാണ്. ഒന്ന് റെഗുലേറ്റിംഗ് ആക്ട് 1773, 1773 റെഗുലേറ്റിംഗ് ആക്ട്. പിന്നെ പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട്. ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, ഓർത്തിരുന്നാൽ മതി, ഇങ്ങനെ കേട്ടുപോയാൽ മതി. പിന്നെ ചാർട്ടർ ആക്ട് 1793,
പിന്നെ 1813 ചാർട്ടർ ആക്ട്, 1833 ചാർട്ടർ ആക്ട്, 1853 ചാർട്ടർ ആക്ട്. പിന്നീടാണ് ക്രൗൺ റൂൾ വരുന്നത്. ആ ക്രൗൺ റൂളിന്റെ സമയത്ത്, അതായത് 1858 തൊട്ട് 1947 വരെയുള്ള കാലഘട്ടങ്ങൾ ഒരു ക്രൗൺ റൂളാണ്. അപ്പൊ ആ സമയത്ത് ഉണ്ടായിരുന്നത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ കാലഘട്ടമാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 വന്നു, ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1861 വന്നു, പിന്നെ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1892 വന്നു. അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ലോർഡ് മോർലി മിൻഡോ റിഫോംസ് ആക്ട് ഉണ്ടല്ലോ, 1909 ആക്ട്, അപ്പൊ അത് വന്നു. പിന്നെ അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1990, 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വന്നു. പിന്നെ അതിനുശേഷമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 വരുന്നത്. യെസ്, അപ്പൊ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഇതൊന്നും നിങ്ങൾ ഓർത്തിരിക്കുക. അതായത് ഈ ഒരു ആക്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 3 റൗണ്ട് ടേബിൾ കോൺഫറൻസ്, ഈ വട്ടമേശ സമ്മേളനം ഉണ്ടല്ലോ, ആ 3 റൗണ്ട് ടേബിൾ കോൺഫറൻസ് 1932 നടത്തിയായിരുന്നു. ആ 3 റൗണ്ട് ടേബിൾ കോൺഫറൻസ് 1932 നടത്തിയപ്പോൾ അതില് ബ്രിട്ടീഷ് ഗവൺമെന്റ് കുറെ ഡെലിബറേഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വൈറ്റ് പേപ്പറിൽ അവർ കുറെ സജഷൻസ്, ഡെലിബറേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ, അതായത് ഇന്ത്യയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ ഇവർ കുറെ സജഷൻസ് അല്ലെങ്കിൽ ഇവർ കുറെ ഡെലിബറേഷൻസ് എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു. ആ വൈറ്റ് പേപ്പറിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് പ്രിപ്പയർ ചെയ്തെടുത്ത 1932 പ്രിപ്പയർ ചെയ്ത ഒരു ഡെലിബറേഷൻസിന്റെ ഭാഗമായിട്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 വന്നത്. ആ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ, അല്ലെങ്കിൽ അവർ പറഞ്ഞിരുന്ന 1935 ആക്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അവർ പറഞ്ഞത് ഒരു ഓൾ ഇന്ത്യ ഫെഡറേഷൻ വേണം. അതായത് ഓൾ ഇന്ത്യ ഫെഡറേഷൻ വേണമെന്ന് പറയുന്നത് പ്രൊവിൻസസും പ്രിൻസ്ലി സ്റ്റേറ്റ്സുമായിട്ട് രണ്ടായിട്ട് തിരിക്കണം എന്നാണ് പറഞ്ഞത്. അതായത് ഓൾ ഇന്ത്യ ഫെഡറേഷൻ വേണം. ആ ഓൾ ഇന്ത്യ ഫെഡറേഷൻ എന്ന് പറയുമ്പോഴും അതിൻ്റെ അകത്ത് എന്ത് വേണം? പ്രൊവിൻസസും പ്രിൻസ്ലി സ്റ്റേറ്റ്സും വേണം. നമുക്കിപ്പോഴും അതുപോലെ തന്നെയുണ്ട്. ഇപ്പൊ നമുക്ക് വരുമ്പോൾ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ചിട്ടുണ്ട് ലോ മേക്കിംഗ് പവേഴ്സിന്. അതായത് സെന്ററിന്റെ പവറും യൂണിയന്റെ പവറും കൊടുക്കണം എന്ന് ഇവർ പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെയുള്ള ഒരു രീതിയാണ് നമ്മൾ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലും കൊണ്ടുവന്നേക്കളെ. എങ്ങനെയാ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്താണെങ്കിലും പവേഴ്സ് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെന്ററിന്റെ പവേഴ്സ്, യൂണിയന്റെ പവേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അന്ന് അവരവിടെ പറഞ്ഞിരുന്ന ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പറഞ്ഞിരുന്നത് 3 ലിസ്റ്റുകളായിട്ടായിരുന്നു. അത് ഫെഡറൽ ലിസ്റ്റ്, പ്രൊവിൻഷ്യൽ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. സോ അതിനോട് വളരെ സിമിലർ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലും എങ്ങനെ വന്നിരിക്കുന്നത്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. സോ അപ്പൊ അതുകൊണ്ട് തന്നെ ഫെഡറൽ, പ്രൊവിൻഷ്യൽ, കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന് ഏറെക്കുറെ സിമിലർ ആയിട്ടുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. അതോടൊപ്പം പിന്നെ എന്ത് ചെയ്തു? ഡയറാർക്കി എന്ന് പറയുന്നത് അബോളിഷ് ചെയ്തു. അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 മറ്റൊരു പ്രത്യേകതയാണ് ഡയറാർക്കി. അതായത് പ്രൊവിൻസസിന്റെ ഡയറാർക്കി അബോളിഷ് ചെയ്യുകയും പ്രൊവിൻഷ്യൽ ഓട്ടോണോമി അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. അതുപോലെ നമ്മുടെ ഈ പബ്ലിക് സർവീസ്, ഫെഡറൽ ആയിട്ടുള്ള പബ്ലിക് സർവീസ് കമ്മീഷൻ മാത്രം പോരാ, അതായത് യൂണിയന്റെ മാത്രം പോരാ, പ്രൊവിൻഷ്യൽ പബ്ലിക് സർവീസ് കമ്മീഷൻ വേണമെന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെയല്ലേ നമുക്ക് UPSC ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ട്. സ്റ്റേറ്റിനും അതിനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഹയസ്റ്റ് കോർട്ട് ഓഫ് അപ്പീൽ വേണം. അതിനെയാണ് ഇവർ ഫെഡറൽ കോർട്ട് എന്ന് പറയുന്നത്. അത് അവർ എക്സ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു 1937. ഇതൊക്കെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ അണ്ടറിൽ വന്ന. അപ്പൊ ഇതും നമുക്ക് ഇവിടെയും കൊണ്ടുപോയിട്ടുണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടറിൽ നമുക്ക് സുപ്രീം കോർട്ട് ഉണ്ട്, ഹയസ്റ്റ് കോർട്ട് ഓഫ് അപ്പീൽ. പിന്നെ റിസർവ് ബാങ്കിന്റെ എക്സ്റ്റാബ്ലിഷ്മെന്റ് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇവർ ഈ ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 3 റൗണ്ട് ടേബിൾ കോൺഫറൻസ് 1932 കൊണ്ടുവന്നതിന്റെ ഭാഗമായിട്ട് അതിൽ അവർ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആ ഒരു ഡെലിബറേഷൻസിന്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പൊ അത് ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അപ്പൊ അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദി പ്രൊവിഷൻസ് ഫ്രം ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, മോസ്റ്റ് ഓഫ് ദി പ്രൊവിഷൻസ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ മോസ്റ്റ് ഓഫ് ദി പ്രൊവിഷൻസും നമ്മൾ ബോറോ ചെയ്തെടുത്തത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണെന്ന് നമുക്ക് പറയാം. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ മിക്ക പ്രൊവിഷൻസും നമ്മൾ കടമെടുത്തിട്ടുള്ള അല്ലെങ്കിൽ ബോറോ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് എവിടുന്നാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഇൻസ്പയർ ചെയ്തിട്ടുള്ള രീതിയിലാണ്. അങ്ങനെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 കഴിഞ്ഞു. പിന്നീടാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് വരുന്നത് 1947. അപ്പൊ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 വന്നപ്പോൾ നമ്മുടെ മൗണ്ട് ബാറ്റൻ പ്ലാൻ 1947 ജൂൺ 3 വന്നിട്ടുണ്ടായിരുന്ന മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്നൊക്കെ അറിയപ്പെടുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഇതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? ഇന്ത്യ പാകിസ്ഥാനെ രണ്ടായിട്ട് വിഭജിച്ചു. ഇതിനുശേഷം അതായത് അവർ രണ്ട് ഡൊമിനിയൻ സ്റ്റേറ്റ്സ് ആയിട്ട് മാറി. ഇന്ത്യ വേറെയും പാകിസ്ഥാൻ വേറെയും, രണ്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് വന്നു. നമ്മുടെ ഇൻഡിപെൻഡൻസും കാര്യങ്ങളൊക്കെ August 15, 1947 ഒക്കെ. അപ്പൊ അങ്ങനെ വന്നപ്പോൾ പിന്നെ രണ്ട് സെപ്പറേറ്റ് ആയി, രണ്ടിനും സെപ്പറേറ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ ബ്രിട്ടീഷ് റൂൾ ഇവിടെ എൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അതായത് സീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ.
ഒരു പേജ് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ 395 അപ്പൊ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്ന പിന്നീട് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ വന്നു, അതായത് ബ്രിട്ടീഷ് റൂൾ എങ്ങനെ എൻഡ് ചെയ്തു എന്നാണ് നമ്മൾ പറഞ്ഞത് ഇവിടെ. അപ്പൊ എങ്ങനെ ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വന്നു, കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്ന കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വന്നു എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത്. അപ്പൊ 395 ആർട്ടിക്കിൾസ് കോൺസ്റ്റിറ്റ്യൂഷൻ കമൻസ് ചെയ്ത സമയത്ത് അറ്റ് ദ ടൈം ഓഫ് കമൻസ്മെന്റ് കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് 395 ആർട്ടിക്കിൾസും 22 പാർട്ടും 8 ഷെഡ്യൂളും ആണ് ഉണ്ടായിരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ കമൻസ് ചെയ്തപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് തുടങ്ങിയ സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് 395 ആർട്ടിക്കിള്, 22 പാർട്ട്, 8 ഷെഡ്യൂള്. ഇപ്പൊ കറന്റ്ലി നമുക്ക് എന്തുണ്ട്, പ്രിയാമ്പിൾ ഉണ്ട്, 448 ആർട്ടിക്കിൾസ് ഉണ്ട്. എന്താ 448 ആർട്ടിക്കിൾസ്? 448 ആർട്ടിക്കിൾസ് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ നിങ്ങളിപ്പോ ബാക്കിൽ മറിച്ച് നോക്കുമ്പോഴും കോൺസ്റ്റിറ്റ്യൂഷൻ ബേറാക്ട് എടുത്ത് നോക്കുമ്പോഴും 395 ആർട്ടിക്കിൾസ് തന്നെയേ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ബേറാക്ടില് ഇപ്പൊ ഞാനിപ്പോ എന്റെ ഇരിക്കുന്ന ബേറാക്ടിലൊക്കെ എടുത്ത് നോക്കിയാലും നമുക്ക് 395 തന്നെയാണ് കാണുന്നത്. 395 ആർട്ടിക്കിൾസ് തന്നെയാണ് ഏറ്റവും ലാസ്റ്റത്തെ ആർട്ടിക്കിൾ ആയിട്ട് കാണുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അപ്പൊ പിന്നെ ഈ 448 അമെന്റ്മെന്റ് നടത്തിയ ആർട്ടിക്കിളൊക്കെ എവിടെ പോയി? അത് ഓരോന്നിനെയും ഇൻസേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ എ ബി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേർത്തേക്കാണ് ചെയ്തേക്കണേ. പാർട്ട് എ പാർട്ട് ബി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് 448 ആർട്ടിക്കിൾസ് കാണാൻ പറ്റാത്തത്. അപ്പൊ 395 ആർട്ടിക്കിൾസ്, 22 പാർട്സ്, 8 ഷെഡ്യൂൾസ് ആയിരുന്നു കമന്റ്സ് ചെയ്ത സമയത്ത്. അപ്പൊ കറന്റ്ലി നമുക്ക് പ്രിയാമ്പിളും 448 ആർട്ടിക്കിൾസും 25 പാർട്സും 12 ഷെഡ്യൂൾസും ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് ഉള്ളത്. 12 ഷെഡ്യൂൾസ്. അപ്പൊ ഈ 22 പാർട്ട് എന്നുള്ള 25 ആയതും ഈ 8 ഷെഡ്യൂൾ എന്നുള്ള 12 ഷെഡ്യൂൾ ആയതും അതുപോലെ ഈ ആർട്ടിക്കിൾസിന്റെ നമ്പർ കൂടിയതൊക്കെ എങ്ങനെ വഴിയാ? അമെന്റ്മെന്റുകൾ വഴിയായിട്ടാണ്. അപ്പൊ നിലവിൽ ഇപ്പൊ എത്ര അമെന്റ്മെന്റ് നടന്നിട്ടുണ്ട്? 106 അമെന്റ്മെന്റ് നടന്നിട്ടുണ്ട്. 106ാമത്തെ അമെന്റ്മെന്റ് ലാസ്റ്റ് നടന്നത് 2023 2023 അമെന്റ്മെന്റ് എന്ന് പറയുമ്പോൾ ലോക്സഭാ ഇലക്ഷനിൽ സ്ത്രീകൾക്ക് അവരുടെ റെപ്രസെന്റേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള, റിസർവേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന അമെന്റ്മെന്റ് ആയിരുന്നു 2023 106th അമെന്റ്മെന്റ് എന്ന് പറയുന്നത്, 106ാമത് അമെന്റ്മെന്റ്. ഇങ്ങനെ 106 അമെന്റ്മെന്റുകളാണ് നിലവിൽ നടന്നിട്ടുള്ളത്. അപ്പൊ ഈ അമെന്റ്മെന്റ്സ് ത്രൂ ആണ് ഇങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾസും പാർട്സും ഷെഡ്യൂൾസും ഒക്കെ ആഡ് ഓൺ ആയി വന്നത്. അപ്പൊ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ നൈദർ റിജിഡ് നോർ ഫ്ലെക്സിബിൾ. ഭയങ്കര റിജിഡും അല്ല, ദാറ്റ് മീൻസ് ഭയങ്കര കടുപ്പവും അല്ല, അന്ന് ഭയങ്കര ഈസി ഗോയിങ് ഫ്ലെക്സിബിളും അല്ല. ഇതെങ്ങനെയാണ് നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ ഒരു ഫീച്ചർ പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ റിജിഡും അല്ല ഫ്ലെക്സിബിളും അല്ല എന്നുള്ളത്? ഇതിന്റെ രണ്ടിന്റെ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ഒരു ബ്ലെൻഡ് ആണെന്നൊക്കെ നമുക്ക് പറയാം. ഒരു റിജിഡിറ്റി ഉണ്ട്, ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഇത് നമ്മൾ പറയുന്നത് അതിന്റെ അമെന്റ്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അത് അമെന്റ് ചെയ്യാൻ പറ്റുന്നതിന്, അതിൽ ഭേദഗതി വരുത്താൻ പറ്റുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. അത് അത്ര റിജിഡും അല്ല, എന്നാൽ അത് അത്ര ഫ്ലെക്സിബിളും അല്ല എന്നുള്ള കാര്യം പറയുന്നത്. അതായത് അതിൽ റിജിഡിറ്റി ഉണ്ട്, അറ്റ് ദ സെയിം ടൈം ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. കാരണം ചില പ്രൊവിഷൻസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ചില ഭാഗങ്ങൾ, ചില പ്രൊവിഷൻസ് അമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ സിമ്പിൾ മെജോറിറ്റി മതി. അതായത് അവിടെ ഭൂരിഭാഗം കൂടിയിരിക്കുന്ന ആളുകളുടെ മെജോറിറ്റി എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പാർലമെന്റിൽ, അതാണ് സിമ്പിൾ മെജോറിറ്റി മതി. പക്ഷെ ചില പ്രൊവിഷൻസ് അമെന്റ് ചെയ്യണമെങ്കിൽ അവിടെ ഉള്ളവരുടെ സിമ്പിൾ മെജോറിറ്റി എടുത്താൽ പോരാ, അവിടെ സ്പെഷ്യൽ മെജോറിറ്റി ആവശ്യമുണ്ട്. അപ്പൊ സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത് അവിടെയുള്ള മെമ്പേഴ്സിന്റെ മെജോറിറ്റി വേണം, പ്ലസ് എന്ത് ചെയ്യണം, ഓരോ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലെ ഹാഫ് ഓഫ് ദി മെമ്പേഴ്സും അത് അംഗീകരിച്ചിട്ടുണ്ടാവണം. അപ്പൊ അതുകൊണ്ടാണ് ഈ പറയുന്നത് 2/3 ഓഫ് ദി മെജോറിറ്റി, 2/3 ഓഫ് ദി മെജോറിറ്റി ആണ് വേണ്ടത്. അതായത് ചിലത് സിമ്പിൾ മെജോറിറ്റി മതി, പക്ഷെ അതർ പ്രൊവിഷൻസ് അമെന്റ് ചെയ്യണമെങ്കിൽ പാർലമെന്റിലെ മെമ്പേഴ്സിലെ 2/3 മെജോറിറ്റി, പാർലമെന്റിലെ മെമ്പേഴ്സിന്റെ 2/3 മെജോറിറ്റിയും അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലെ മെജോറിറ്റിയും, ഓരോ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഉണ്ടല്ലോ ആ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലെ മെജോറിറ്റിയും വേണം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റുകളെ ബേസ് ചെയ്തിട്ട് ചില പ്രൊവിഷൻസ് സിമ്പിൾ മെജോറിറ്റിയും ചിലത് സ്പെഷ്യൽ മെജോറിറ്റിയും വേണ്ടതുകൊണ്ട് തന്നെ നൈദർ റിജിഡ് നോർ ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അത്ര റിജിഡും അല്ല എന്നാൽ ഫ്ലെക്സിബിളും അല്ല എന്ന് പറയുന്നത്. ഇനി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്ന ഈ ഒരു ഐഡിയ ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് MN റോയ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമ്മൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വന്ന കഥയിലേക്ക് വരികയാണ്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്ന ഒരു ഐഡിയ ആദ്യമായിട്ട് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് MN റോയ് എന്ന് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡറൊക്കെ ആയിട്ടുണ്ടായിരുന്ന MN റോയ് എന്ന് പറയുന്നത് അറിയാമായിരിക്കാം അത്. അപ്പൊ MN റോയ് 1934 1934 കേട്ടോ, 1934 MN റോയി ആണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്ന ഒരു ഐഡിയ, വെരി ഫസ്റ്റ് ടൈം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്ന ഒരു ഐഡിയ അവതരിപ്പിച്ചത്. അപ്പോൾ ഇത് ഇദ്ദേഹം അവതരിപ്പിച്ചത് ഇന്ത്യൻ പാട്രിയോട്ട് എന്ന് പറയുന്ന ഒരു ന്യൂസ് പേപ്പറിലാണ്. ഇന്ത്യൻ പാട്രിയോട്ട് എന്ന് പറയുന്ന ഒരു ന്യൂസ് പേപ്പറിലാണ് MN റോയ് 1934. ആ സമയത്തൊക്കെ ബ്രിട്ടീഷുകാരാണല്ലോ ഇവിടെ ഭരിക്കുന്നത്. അപ്പോൾ 1934 ബ്രിട്ടീഷുകാരുടെ അടുത്ത് ഈ ഒരു ഐഡിയ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്ന MN റോയ് ആണ്, ഈ ഒരു ന്യൂസ് പേപ്പറിനകത്ത് ഇന്ത്യൻ പാട്രിയോട്ട്. പിന്നീട് 1935 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന, അതായത് INC എന്ന് പറയുന്ന അന്താരാഷ്ട്ര സംഘടന, അതായത് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന എന്ത് ചെയ്തു, ഓർഗനൈസേഷൻ അവര് ഒഫീഷ്യലി ഡിമാൻഡ് ചെയ്തു. അപ്പോൾ പിന്നീടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ അവര് ഈ ഒരു ഒഫീഷ്യലി ആവശ്യപ്പെട്ടത് ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വേണമെന്ന്. അതും ആരോട് ആവശ്യപ്പെട്ടത്, ബ്രിട്ടീഷുകാരോട് തന്നെ. അപ്പൊ ബ്രിട്ടീഷുകാർ ഈ ആവശ്യം അംഗീകരിച്ചു.
ഈ ആവശ്യം അംഗീകരിച്ചത് 1940-ലാണ്. അതായത് ഒരു എത്ര വർഷത്തിന് ശേഷം, 5 വർഷത്തിന് ശേഷം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈ കാര്യം അംഗീകരിക്കുകയാണ്. ഇത് ഇവർ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇന്ത്യക്ക് കൊണ്ടുവരാം, എന്തിനു വേണ്ടി, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കാൻ വേണ്ടി. അപ്പൊ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി കൊണ്ടുവരാന്നുള്ള കാര്യം ഇവർ അക്സെപ്റ്റ് ചെയ്തത് 1940 ഓഗസ്റ്റ് ഓഫ് എന്ന് പറയുന്ന ആ ഒരു ഡീലിൽ വെച്ചിട്ടാണ്. അപ്പൊ ഈ ഡിമാൻഡ് ഇവർ അംഗീകരിക്കുന്ന 1940 ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്ന ഒരു ഡീല്, ഒരു കരാറാണ്. ആ ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്ന ഒരു ഡീലിൽ വെച്ചിട്ടാണ്, ഓഗസ്റ്റിലാണ് നടന്നത്, അതുകൊണ്ട് നമ്മൾ ഓഗസ്റ്റ് ഓഫർ എന്ന് അറിയപ്പെടുന്നു. ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്ന ഒരു ഡീലിന്റെ അകത്ത് 1940 ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്ന ഒരു ഡീല് വഴിയായിട്ടാണ് ഇവർ ഈ ഡിമാൻഡ് അംഗീകരിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവർ കുറെ എക്സ്പെരിമെന്റ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ 1942 ഇവർ ക്രിപ്സ് മിഷൻ കൊണ്ടുവന്നു. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ഒരു എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പായിരുന്നു ഈ ക്രിപ്സ് മിഷൻ എന്ന് പറയുന്നത് 1942. പക്ഷേ ക്രിപ്സ് മിഷൻ വഴിയായിട്ട് ഇവർക്ക് വേറെ പല കാര്യങ്ങളൊക്കെ നടന്നെങ്കിൽ പോലും ക്രിപ്സ് മിഷനിലേക്ക് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതായത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇന്ത്യക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ക്രിപ്സ് മിഷന് സാധിച്ചില്ല എന്ന് തന്നെ പറയാം. അതായത് ആ കാര്യത്തിൽ ക്രിപ്സ് മിഷൻ ഒരു ഫെയിലിയർ ആയി പോയി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം 1942 കൊണ്ടുവന്ന ക്രിപ്സ് മിഷനിൽ ഇവർ ഉദ്ദേശിച്ചിരുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇന്ത്യക്ക് കൊണ്ടുവരണമെന്നും അതുവഴി കോൺസ്റ്റിറ്റ്യൂഷൻ രൂപപ്പെടുത്തണം എന്നൊക്കെയാണ്. പക്ഷെ അതൊന്നും അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ക്രിപ്സ് മിഷൻ നടന്നില്ല. ആ സ്റ്റെപ്പ് അവർക്ക് ഒരു ഫെയിലിയർ ആയി പോയായിരുന്നു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ കാര്യത്തിൽ. പിന്നീട് ഫൈനലി അവര് അടുത്ത് കൊണ്ടുവന്ന അവരുടെ ഭാഗത്ത് നിന്ന് കൊണ്ടുവന്ന ഒരു സ്റ്റെപ്പായിരുന്നു അല്ലെങ്കിൽ ഒരു പ്ലാൻ ആയിരുന്നു ക്യാബിനറ്റ് മിഷൻ പ്ലാൻ എന്ന് പറയുന്നത്. 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ. ഇപ്പൊ 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാനിന്റെ അകത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഫ്രെയിം ചെയ്യപ്പെട്ട കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അങ്ങനെയാണ് രൂപപ്പെട്ടത്. അങ്ങനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്ത അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തെടുത്ത കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വന്നത് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ 1946 വഴിയാണ്. ഈ ക്യാബിനറ്റ് മിഷൻ പ്ലാനിൽ ആകെ 3 മെമ്പേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. അതാണ് പെത്വിക് ലോറൻസ്, A.V. അലക്സാണ്ടർ, സ്റ്റാഫോർഡ് ക്രിപ്സ്. ഒന്നുകൂടി പറയാം, പെത്വിക് ലോറൻസ്, A.V. അലക്സാണ്ടർ, ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട് സ്റ്റാഫോർഡ് ക്രിപ്സ്. ഈ പെത്വിക് ലോറൻസിന് മാത്രമേ ഞാൻ റെഡിൽ ഇടാൻ കാരണം പെത്വിക് ലോറൻസ് ആയിരുന്നു അതിന്റെ ചെയർമാൻ. സോ 3 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, പെത്വിക് ലോറൻസ്, A.V. അലക്സാണ്ടർ, സ്റ്റാഫോർഡ് ക്രിപ്സ്. ഇതിൽ ചെയർമാൻ ആരായിരുന്നു? പെത്വിക് ലോറൻസ് ആയിരുന്നു. ഈ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ 1946. അപ്പൊ ഈ മിഷൻ പ്ലാൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ 3 മെമ്പേഴ്സും കൂടി ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇന്ത്യക്ക് വേണോ എന്നതിനെ സംബന്ധിച്ച് ഇവർ പഠനം നടത്തി ഈ ഒരു റിപ്പോർട്ടൊക്കെ ഇവര് കൊടുത്തു ബ്രിട്ടീഷ് ഗവൺമെന്റ്. അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തത്, ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വന്നത്. 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ കേട്ടോ, അതിന്റെ അടിസ്ഥാനത്തിലാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വന്നത്. അങ്ങനെ 6 ഡിസംബർ 1946, ഡിസംബർ 6 1946, എല്ലാം 6 ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. ഡിസംബർ 6 1946 ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എക്സ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. ആ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ 389 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ വന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ 389 മെമ്പേഴ്സ്, 389 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഈ 389 മെമ്പേഴ്സിൽ എഗെയിൻ നമ്മളവിടെ പറയാണ് പ്രൊവിൻസസിനെ റെപ്രസെന്റ് ചെയ്യുന്നവർ 292 മെമ്പേഴ്സും. മൊത്തം ഉണ്ടായിരുന്ന 300 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ മെമ്പേഴ്സ് ഓർത്തിരുന്നോളൂ കേട്ടോ. 389 മെമ്പേഴ്സ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ അതിൽ പ്രൊവിൻസസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് 292 മെമ്പേഴ്സും സ്റ്റേറ്റുകളെ റെപ്രസെന്റ് ചെയ്യുന്നത് 93 മെമ്പേഴ്സും ചീഫ് കമ്മീഷണർ പ്രൊവിൻസസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് 4 പേരുമായിരുന്നു, 4 മെമ്പേഴ്സും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതില് ഈ പ്രൊവിൻസസും ചീഫ് കമ്മീഷണർ പ്രൊവിൻസസും എല്ലാം ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസസ് ആണ്. അതായത് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസസിൽ വരുന്നതാണ് പ്രൊവിൻസസും. അതിൽ തന്നെ മെയിൻ ആയിട്ടുള്ള ചീഫ് കമ്മീഷണർ പ്രൊവിൻസസ് കിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ തിരിച്ചിട്ടുണ്ടെന്നുള്ള കേട്ടോ. പക്ഷെ എന്നാലും ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസസിൽ അപ്പൊ മൊത്തം എത്രയായി? 292 4 കൂടി കൂട്ടിക്കേ 296 പ്രൊവിൻസ് ആണ്. ഇനി സ്റ്റേറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്ന ഇന്ത്യൻ പ്രിൻസിപ്പൽ സ്റ്റേറ്റ്സ്, ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെയാണ് അവിടെ സ്റ്റേറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവര് പകുതി പേരെ എലക്ട് ചെയ്യും, പകുതി പേരെ നോമിനേറ്റ് ചെയ്യുമായിരുന്നു. എലക്ട് ചെയ്യപ്പെട്ടത് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസസ് എന്നുള്ള 296 മെമ്പേഴ്സിനെയാണ്. ഇന്ത്യൻ പ്രിൻസിപ്പൽ സ്റ്റേറ്റ്സ് എന്നുള്ളവർ എന്ത് ചെയ്തു? ഓൾറെഡി എലക്ട് ചെയ്തവര് നോമിനേറ്റ് ചെയ്തു. അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ പാർട്ട്ലി എലക്റ്റഡും പാർട്ട്ലി നോമിനേറ്റഡും ആയിരുന്നു. ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ മെമ്പേഴ്സിനെ പാർട്ട്ലി എലക്റ്റഡും ആയിരുന്നു ആൻഡ് ഓൾസോ പാർട്ട്ലി നോമിനേറ്റഡും ആയിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസസ് നിന്നും 296 മെമ്പേഴ്സിനെയും 93 മെമ്പേഴ്സിനെ ഇന്ത്യൻ പ്രിൻസിപ്പൽ സ്റ്റേറ്റ്സിൽ നിന്നുമായിരുന്നു ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ 296 എങ്ങനെ വന്നു നിങ്ങൾക്ക് മനസ്സിലായി കാണും. 292 + 4 വന്നപ്പോഴാണ് 296 വന്നത്. അങ്ങനെ നമ്മൾ പറഞ്ഞു ഓൾറെഡി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് വന്നു. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് വന്നപ്പോൾ എന്താ സംഭവിച്ചത്? പാർട്ടീഷൻ. യെസ്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അവര് പാർട്ടീഷൻ ചെയ്ത് രണ്ടായിട്ട് വിഭജിച്ചു. രണ്ടും 2 ഡൊമിനിയൻ സ്റ്റേറ്റ്സ് ആയിട്ട് മാറി. രണ്ടിനും സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിലേക്കായി. അപ്പോൾ 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിന് ശേഷം പാർട്ടീഷൻ സംഭവിച്ചു. അപ്പോൾ ഈ കുറെ പേര് എങ്ങോട്ട് പോയി? പാകിസ്ഥാനിലേക്ക് പോയി. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്ന ഈ 296 മെമ്പേഴ്സ്
389 മെമ്പേഴ്സ്, ഈ ടോട്ടൽ 389. അപ്പൊ ഈ 389 മെമ്പേഴ്സിൽ പകുതി പേര് എങ്ങോട്ടേക്ക് പോയത്, കുറച്ച് പേര് പാകിസ്ഥാനിലേക്ക് പോയി. അപ്പൊ അങ്ങനെ വന്നപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ മെമ്പർഷിപ്പ് ഈ 389 എന്നുള്ളത് എത്രയായിട്ട് റെഡ്യൂസ് ചെയ്തു, 299 ആയിട്ട് റെഡ്യൂസ് ചെയ്തു. 389 എന്നുള്ളത് 299 ആയിട്ട് റെഡ്യൂസ് ചെയ്യപ്പെട്ടു, കുറഞ്ഞു. അപ്പോൾ ആ 299 എത്ര പേരുണ്ടായിരുന്നത് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസസിൽ നിന്ന്? 299 ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസസിൽ ഉണ്ടായിരുന്നത് 229. ഇവിടെ കൊടുത്തിട്ടുണ്ട് 229. 70 ഇന്ത്യൻ പ്രിൻസി സ്റ്റേറ്റ്സ്. നമ്മൾ അങ്ങനെയല്ലേ അതിനെ വിഭജിച്ചിട്ടുള്ളത്. അപ്പൊ 299 മെമ്പേഴ്സ് ആയിട്ട് റെഡ്യൂസ് ചെയ്തു ഈ 389. ഇന്ത്യ പാകിസ്ഥാൻ ആ വിഭജനം നടന്നപ്പോൾ. അതിനുശേഷം പിന്നീട് ആ 299 ഉണ്ടായിരുന്നവർ എങ്ങനെയാണെന്ന് നമ്മൾ പറയുകയാണ്. 299 ഉണ്ടായിരുന്നവരിൽ 229 ആയിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസസ്, 70 ആയിരുന്നു ഇന്ത്യൻ പ്രിൻസി സ്റ്റേറ്റ്സിൽ ഉണ്ടായിരുന്നവർ. അങ്ങനെ അസംബ്ലി വന്നു. അസംബ്ലിയുടെ ഫസ്റ്റ് മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നത് December 9th 1946 അസംബ്ലി, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വന്നത്. ഡേറ്റ് നിങ്ങൾ ഓർത്തിരിക്കുക. എന്നാ വന്നേ, December 6th 1946. ഫസ്റ്റ് മീറ്റിംഗ് നടന്നത് December 9th 1946. December 9th, ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എന്ത് ചെയ്തു, മീറ്റിംഗ്, ഫസ്റ്റ് മീറ്റിംഗ് ഇവർ കൂടി. അസംബ്ലി മീറ്റിംഗ് കൂടിയത് December 9th 1946 എന്നിട്ട് അസംബ്ലിയുടെ ഒരു പ്രൊവിൻഷണൽ പ്രസിഡന്റിനെ, താൽക്കാലികമായിട്ടുള്ള ഒരു പ്രൊവിൻഷണൽ പ്രസിഡന്റിനെ ഇവരെ എലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ദെൻ ഒരു 2 ദിവസത്തിന് ശേഷം തന്നെ ഇവരെന്ത് ചെയ്തു, December 11th 1946 ആയപ്പോൾ അസംബ്ലി ഒരു പെർമനന്റ് പ്രസിഡന്റിനെ എലക്ട് ചെയ്തു. ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഫസ്റ്റ് പ്രസിഡന്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് പെർമനന്റ് പ്രസിഡന്റ് ആയിട്ട് അസംബ്ലി എലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന എലക്ട് ചെയ്ത് December 11th 1946. അതോടൊപ്പം തന്നെ ഇവരൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഒരാളെ എലക്ട് ചെയ്തു. ആരായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ? BN റാവു. BN റാവു കേട്ടോ. പെർമനന്റ് പ്രസിഡന്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളോട് ചോദിക്കുക പ്രസിഡന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആരാണെന്ന് ചോദിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എഴുതിയാൽ മതി. എങ്ങാനും എടുത്ത് പ്രൊവിഷണൽ പ്രസിഡന്റ് എന്ന് ചോദിച്ചാൽ മാത്രം സച്ചിദാനന്ദ സിൻഹയെ എഴുതിയാൽ മതി കേട്ടോ. വെറുതെ പ്രസിഡന്റ് എന്ന് ചോദിച്ചാൽ സച്ചിദാനന്ദ സിൻഹ എഴുതി വെക്കണ്ട, രാജേന്ദ്ര പ്രസാദ് എഴുതിയാൽ മതി. പ്രൊവിഷണൽ പ്രസിഡന്റ് എന്നെങ്ങാനും ചോദിക്കുകയാണെങ്കിൽ മാത്രം സച്ചിദാനന്ദ സിൻഹയെ എഴുതിയാൽ മതി. ഇപ്പൊ 2 ഓപ്ഷനിലുണ്ട്. രാജേന്ദ്ര പ്രസാദും ഉണ്ട്, അങ്ങനെയൊന്നും തരില്ലായിരിക്കാം. എന്നാൽ പോലും രാജേന്ദ്ര പ്രസാദും സച്ചിദാനന്ദ സിൻഹയും ഉണ്ട്. രണ്ടും കൂടി ഉണ്ടായിട്ട് പ്രസിഡന്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജേന്ദ്ര പ്രസാദ് എഴുതിയാൽ മതി. പ്രൊവിഷണൽ ചോദിച്ചാൽ മാത്രം സച്ചിദാനന്ദ സിൻഹ എഴുതുക കേട്ടോ. ഇനി BN റാവു മറ്റൊരു പോസ്റ്റിലേക്കും കൂടി എടുത്തായിരുന്നു. BN റാവു അത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്കായിരുന്നു. അതാണ് BN റാവു എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയൊക്കെ വന്നിരിക്കുന്ന സമയം അന്നേരമാണ് നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്തത്, വളരെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള, വളരെ ചരിത്ര പ്രധാനമായിട്ടുള്ള, എന്തുകൊണ്ടാണ് ഇത്രയും ചരിത്ര പ്രധാനം എന്ന് പറയാൻ നമുക്ക് അത് വരും ഇപ്പൊ എന്തുകൊണ്ടാണെന്ന് പറയാം. അപ്പൊ അത്രയും ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അസംബ്ലിയിലേക്ക്, ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ നെഹ്റു അസംബ്ലിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഡേറ്റ് ഓർത്തിരിക്കുക, December 13th 1946 December 13th 1946 ഈ ഒരു നെഹ്റു ഈ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അസംബ്ലിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നിട്ട് എന്നാ അത് അസംബ്ലി അഡോപ്റ്റ് ചെയ്തേ, അസംബ്ലി അത് എന്ന് സ്വീകരിച്ചു ഈ ഒരു റെസൊല്യൂഷൻ, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ നെഹ്റു അവതരിപ്പിച്ചത്, അത് അഡോപ്റ്റ് ചെയ്തത് അസംബ്ലി അത് അഡോപ്റ്റ് ചെയ്ത് January 22. ആ ഡേറ്റ് ഓർത്തിരിക്കണം കേട്ടോ, പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. January 22, 1947. January 22, 1947 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഈ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ നെഹ്റു അവതരിപ്പിച്ചത്, അഡോപ്റ്റ് ചെയ്തത് January 22, 1947. അവതരിപ്പിച്ചത് അല്ലെങ്കിൽ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് December 13, 1946. ഇവരൊരു 1 മാസം എടുത്തു. January 22, 1947 അഡോപ്റ്റ് ചെയ്ത്, സ്വീകരിച്ചത്. ഇത് നമ്മൾ ഇത്രയും ഹിസ്റ്റോറിക് ആണെന്ന് പറയാൻ കാരണം അന്ന് അവതരിപ്പിച്ച ആ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ ബേസ് ചെയ്തിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിള് ഫോം ചെയ്തിട്ടുള്ളത്. അതായത് ഇന്ന് നമ്മൾ കാണുന്ന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് എന്തിന്റെ മോഡിഫൈഡ് വേർഷനാ? അന്നത്തെ ആ ഒരു ഹിസ്റ്റോറിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ അന്നത്തെ ഉണ്ടായിരുന്ന ആ ഒരു അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷനാണ് ഇന്നത്തെ നമ്മുടെ പ്രിയാമ്പിൾ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വന്നു. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വന്നിരുന്നിട്ട് കാര്യമില്ലല്ലോ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വേണ്ടേ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വരികയും ആ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ത് ചെയ്തു, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റീസ് സെറ്റപ്പ് ചെയ്തു. എത്ര കമ്മിറ്റീസാ? ഒരു 13ഓളം കമ്മിറ്റീസ് സെറ്റപ്പ് ചെയ്തു. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കാൻ വേണ്ടി വന്നിട്ട് ഇവരൊരു 13ഓളം കമ്മിറ്റി സെറ്റപ്പ് ചെയ്തു. ആ കമ്മിറ്റീസിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു.
ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ 7 മെമ്പേഴ്സ് ഉള്ള അവരാണല്ലോ ഡ്രാഫ്റ്റ് ചെയ്തെടുക്കുന്നത്. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ചെയർമാൻ ആയിരുന്നു ആര്? ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഡോക്ടർ BR അംബേദ്കർ ചെയർമാൻ ആയിരുന്ന ഈ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അവരെന്ത് ചെയ്തു? ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയും അതുപോലെ തന്നെ മറ്റ് കമ്മിറ്റീസിന്റെ ഒക്കെ കൂട്ടായ പ്രയത്നത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപപ്പെടുത്തിയെടുത്തതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അവർ അഡോപ്റ്റ് ചെയ്തതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ November 26, 1949. അപ്പൊ അങ്ങനെ അതിന്റെ മേജർ പാർട്ട് ഓഫ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാ കെയിം ഇൻ ടു ഫോഴ്സ് ആയ പ്രാബല്യത്തിലേക്ക് വന്നേ? January 26. അതായത് നമ്മൾ ജനങ്ങൾ ഫോളോ ചെയ്യാൻ തുടങ്ങി January 26, 1950 അതിന്റെ മേജർ പ്രൊവിഷൻസും അന്ന് തന്നെയാണ് കെയിം ഇൻ ടു ഫോഴ്സ് ആയത്. പക്ഷെ ചില പ്രൊവിഷൻസ്, ടെമ്പററി ആയിട്ടുള്ള ചില പ്രൊവിഷൻസ്, ഇലക്ഷൻസുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ്, സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് ഒക്കെ എന്ന് തൊട്ടേ പ്രാബല്യത്തിൽ വന്നു? November 26, 1949. November 26, 1949 തൊട്ട് തന്നെ ചില പ്രൊവിഷൻസ് അന്ന് തൊട്ട് തന്നെ ജനങ്ങൾ ഫോളോ ചെയ്യാൻ തുടങ്ങി. പക്ഷേ ബാക്കിയുള്ള പ്രൊവിഷൻസ് ഒക്കെ എന്ന് തൊട്ടാണ് വന്നത്? November 26, 1949 അല്ല, അത് വന്നത് January 26, 1950 ആണ്. അപ്പൊ ഇത്ര ഓർത്താൽ മതി. November 26, 1949 കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ എനാക്ട് ചെയ്തത്. അത് കെയിം ഇൻ ടു ഫോഴ്സ് ആയത് January 26, 1950 ആണ്. അപ്പൊ അത് അന്നാണ് അതിന്റെ മിക്ക പ്രൊവിഷൻസും കെയിം ഇൻ ടു ഫോഴ്സ് ആയത് January 26, 1950. പക്ഷെ ചില പ്രൊവിഷൻസ്, അതായത് ചില പ്രൊവിഷൻസ് ആയിട്ടുള്ള ടെമ്പററി പ്രൊവിഷൻസ് ഒക്കെ അന്ന് തന്നെ കെയിം ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എഫക്റ്റ് ആയി November 26, 1949 തന്നെ. ഇനി കമ്മിറ്റീസ് നമ്മൾ പറഞ്ഞു 13ഓളം കമ്മിറ്റി ഉണ്ടെന്ന്. ഈ 13 കമ്മിറ്റിയുടെയും പേര് പഠിച്ചു വെക്കേണ്ട. അപ്പൊ അതിൽ നമ്മൾ മെയിൻ ആയിട്ടുള്ള കമ്മിറ്റീസ് ആണ് എഴുതിയിട്ടുള്ളത്. ബാക്കി കമ്മിറ്റീസിനും കൂടി പേര് ഞാൻ പറയാം. പക്ഷെ മെയിൻ കമ്മിറ്റീസ് ആണ് അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ചോദിക്കാൻ സാധ്യതയുള്ളതും ഒക്കെ ആയ കുറച്ച് കമ്മിറ്റീസ് ആണ് നമ്മൾ പേരിട്ടിട്ടുള്ളത്. ഈ കമ്മിറ്റീസിൻ്റെയൊക്കെ ഹെഡ് ആരാണെന്നുള്ളത് നോക്കണം. അപ്പൊ അതാണ് ഈ നമ്മൾ നോക്കുന്നത് മേജർ ആയിട്ടുള്ള കമ്മിറ്റീസ്. ആ കമ്മിറ്റീസിനൊക്കെ ഹെഡ് ആരാണ്, പ്രിസൈഡ് ചെയ്ത ആളാണ് അല്ലെങ്കിൽ ചെയർമാൻ ആരാന്നുള്ളത്. ആദ്യത്തെ കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ നിങ്ങൾക്ക് അറിയാം ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ ഫാദർ ഓഫ് അവർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇനി അടുത്ത കമ്മിറ്റിയാണ് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ഹെഡാണ് സർദാർ പട്ടേൽ, അതായത് സർദാർ വല്ലഭായ് പട്ടേലില്ലേ, അപ്പോൾ സർദാർ പട്ടേൽ. പിന്നെ അതുപോലെ തന്നെ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. കമ്മിറ്റിയുടെ പ്രിസൈഡിംഗ് ഓഫീസർ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അടുത്തത് യൂണിയൻ പവേഴ്സ് കമ്മിറ്റി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ്. പിന്നെ അഞ്ചാമത്തെ അടുത്ത കമ്മിറ്റി നമ്മൾ നോക്കുന്നത് റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി. അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അടുത്ത കമ്മിറ്റി അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ് മൈനോറിറ്റീസ് ആൻഡ് ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയാസിനെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്ന അഡ്വൈസറി കമ്മിറ്റിയാണ്. അതായത് പല കാര്യങ്ങളും ഇതിലേക്ക് ഉൾപ്പെടുത്തണമെങ്കിൽ പലതിനെ പറ്റിയും റിസർച്ച് നടത്തി അന്വേഷിക്കണം. അപ്പൊ അതിനുവേണ്ടി ഓരോരോ കമ്മിറ്റീസ് ആണ്. ഇപ്പൊ സർദാർ പട്ടേലാണ് അതിന്റെയും പ്രിസൈഡിംഗ് ഓഫീസർ. ഇനി അടുത്തത് സ്റ്റിയറിംഗ് കമ്മിറ്റി. സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ദെൻ സ്റ്റേറ്റ്സ് കമ്മിറ്റി. സ്റ്റേറ്റ്സ് കമ്മിറ്റിയുടെ ചെയർമാൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇപ്പൊ എത്ര കമ്മിറ്റി നമ്മൾ പറഞ്ഞു? 1, 2, 3, 4, 5, 6, 7, 8. 8ഓളം കമ്മിറ്റീസ് ആണ് പറയുന്നത്. ബാക്കിയുള്ള കമ്മിറ്റീസ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ എന്താ പറയുക, ഫ്ലാഗ് കമ്മിറ്റി എന്നൊക്കെ പറയുന്ന കമ്മിറ്റി ഉണ്ടായിരുന്നു. അതിന്റെ ചെയർമാനും ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അഡ്ഹോക് ഫ്ലാഗ് കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റി ഉണ്ട്. AN സിൻഹയാണ് അതിന്റെ ചെയർപേഴ്സൺ. പിന്നെ ഫൈനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി, അതും AN സിൻഹയാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി, ഫണ്ടമെന്റൽ റൈറ്റ്സിന് തന്നെ ഒരു സബ് കമ്മിറ്റി ഉണ്ട്, അത് JB കൃപാലിനിയാണ്. പിന്നെ മൈനോറിറ്റി സബ് കമ്മിറ്റി, അത് HC മുഖർജിയാണ്. ബിസിനസ് കമ്മിറ്റി ഉണ്ട്, KM മുൻഷി. അപ്പം ഇങ്ങനെ ഒട്ടനവധി കുറേ കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. അപ്പം അതിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള കുറച്ച് കമ്മിറ്റീസ് ആണ് എടുത്ത് നോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ കമ്മിറ്റീസിൻ്റെയൊക്കെ പ്രിസൈഡിങ് പേഴ്സൺസ് ഏതൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിപ്പോയി മെയിൻ ആയിട്ടുള്ള കമ്മിറ്റികളും അതുമായി ബന്ധപ്പെട്ട പ്രിസൈഡിങ് പേഴ്സൺസ് അല്ലെങ്കിൽ അതിൻ്റെ ചെയർപേഴ്സൺ ആരാണെന്നുള്ളത്. ഇന്ന് നമ്മൾ പറഞ്ഞ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഓക്കെ, ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലുള്ള ആളുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കി വെക്കണം. ആരൊക്കെയാണ് ഇതിനകത്ത് ഉണ്ടായിരുന്ന മെമ്പേഴ്സ് എന്നുള്ളത്. 7 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ചെയർമാൻ BR അംബേദ്കർ ആണ്, ഡോക്ടർ BR അംബേദ്കർ ആണ് ചെയർമാൻ. പക്ഷെ ബാക്കിയുള്ള മെമ്പേഴ്സിന്റെ പേര് ഓർത്ത് വെക്കുക കേട്ടോ. ഇതിൽ ആരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഇല്ലാത്തതെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാകണം. അപ്പോൾ ഡോക്ടർ KM മുൻഷി, സെയ്ദ് മുഹമ്മദ് സാദുള്ള, N ഗോപാലസ്വാമി അയ്യങ്കർ, M മാധവറാവോ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, പിന്നെ TT കൃഷ്ണമാചാരി. ഇങ്ങനെ 7 പേരായിരുന്നു ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. ഇതിലെ ചെയർമാൻ ആയിരുന്നു നമ്മുടെ ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുമായി ബന്ധപ്പെട്ട്. അപ്പം ഇതിൽ നിങ്ങൾ നോക്കി വെക്കേണ്ട പോയിന്റുകൾ: കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് വന്നു, അത് വരാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു, സ്റ്റോറിയൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. എന്നാണ് അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ എന്ന് കെയിം ഇൻ ടു ഫോഴ്സ് ആയി, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരൊക്കെയാണ് അവതരിപ്പിച്ചത്,
പിന്നെ ആ കൊണ്ടുവന്ന പ്ലാൻ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ആണ്. പിന്നെ അതുപോലെ തന്നെ എന്നാണ് ഇത് ഫസ്റ്റ് മീറ്റിംഗ് കൂടിയത്, എന്ന് വന്നു, പ്രൊവിഷണൽ പ്രസിഡന്റ് ആരായിരുന്നു പെർമനന്റ് പ്രസിഡന്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ആരായിരുന്നു അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, നെഹ്റു എന്നാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചത്, എന്നാണ് ആ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവർ അംഗീകരിച്ചത്, January 22, 1947. പിന്നെ ഏതൊക്കെ കമ്മിറ്റീസ് ഏതൊക്കെയായിരുന്നു, 13 കമ്മിറ്റീസ് മാത്രമല്ല സച്ച് അതർ കമ്മിറ്റീസും വേറെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ മെയിൻ ആയിട്ടുള്ള കമ്മിറ്റീസ് ആണ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്, 13 പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, പിന്നെ അതുപോലെ തന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു, അതിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കണം. ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുമായി ബന്ധപ്പെട്ടുള്ളത്. ഇനി നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് നോക്കേണ്ടത്. ഈ ഫീച്ചേഴ്സ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെ സോഴ്സസ് ഫീച്ചേഴ്സ് ആണ് നമ്മൾ പല കോൺസ്റ്റിറ്റ്യൂഷനും ബോറോ ചെയ്തെടുത്ത ഷെഡ്യൂൾസുകൾ. ഇത്രയും നോക്കിയാലേ നമുക്ക് പ്രിയാമ്പിളിലെ പോർഷൻസിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീൽ ചെയ്യാം. സോ അപ്പോൾ അടുത്തൊരു ക്ലാസ്സുമായിട്ട് വരുന്നതിന് താങ്ക് യു ഫോർ വാച്ചിങ്. ക്ലാസ് നിങ്ങൾ കണ്ടുവയ്ക്കാം.